അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാണ്. കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെയും മാധ്യസ്ഥത്തിൽ ഈ പ്രാർത്ഥന പ്രതീക്ഷിച്ചുകൊണ്ട് ലോകം മുഴുവനും വിവിധ സ്ഥലങ്ങളിൽ ജാഗ്രതയോടെ ഇരിക്കുന്ന ഓരോ മകൻ്റെ മേലും മകളുടെ മേലും കർത്താവേ, നിന്റെ തിരുമുറിവാർന്ന വലതുകരം ആണിപ്പെടുന്ന അത്ഭുതകരം വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് യാത്ര ചെയ്യുന്ന മക്കൾ, കർത്താവ് ഇൻ്റർവ്യൂ ഉള്ള മക്കൾ, കർത്താവ് പരീക്ഷ എഴുതുന്ന മക്കൾ, അനേകം മക്കൾ ആശീർവാദം വാങ്ങിച്ച് പോയിട്ടുണ്ട് പരീക്ഷ എഴുതാൻ വേണ്ടി. അവരെല്ലാം കർത്താവെ ആശീർവദിക്കണം. പരീക്ഷാ സമയങ്ങളിൽ കർത്താവെ അങ്ങ് അവിടെ കൂടെ വസിച്ചുകൊണ്ട് അവർക്ക് ചിലർക്ക് പരീക്ഷ എഴുതുന്നതിന് പ്രയാസമുള്ളവരുണ്ട്, ചിലർക്ക് ഓർമ്മ കിട്ടത്തില്ല.
ഓർത്തെടുത്ത് കമ്പ്യൂട്ടറിൽ കറുപ്പിക്കാനോ വെളുപ്പിക്കാനോ പറ്റാത്തവരുണ്ട്. തീരുമാനം എടുക്കാൻ താമസം എടുക്കുന്നവരുണ്ട്. അവരെല്ലാവരെയും ഈശോയുടെ നാമത്തിൽ ഞാൻ ആശീർവദിക്കുന്നു. കുടുംബത്തിലെ പ്രത്യേക അവസ്ഥ കൊണ്ടും പിന്നെ ഹോസ്റ്റലിൽ അവിടെയൊക്കെ നിൽക്കുന്നവർ ഭക്ഷണമില്ലായ്മ കൊണ്ടും നല്ല ഭക്ഷണം കിട്ടാത്തത് കൊണ്ടും അവന് ഉറക്കമില്ലാത്തത് കൊണ്ടും വയറൊക്കെ മോശമായിരുന്നതുകൊണ്ടും പല ആൾക്കാർക്കും പലതരം ശാരീരികമായ പല അവശതകളും ഉള്ളതുകൊണ്ടും പല കാര്യങ്ങളെയും ബാധിക്കുകയും വേദനിക്കുകയും നിരാശപ്പെടുകയും സങ്കടപ്പെടുകയും എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാതെ ഒരാശ്വാസമില്ലാതെ പരക്കം പാകുകയും ചെയ്യുന്ന എല്ലാ മക്കളെയും ഞാൻ കൃപാസനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥത്തിൽ നിന്നെ യേശുനാമത്തിൽ ആശീർവദിക്കുന്നു. ദൈവത്തിലെ നീ അനുഗ്രഹിക്കപ്പെട്ടവളാണ്, നീ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. നിൻ്റെ വഴികളിൽ നീ ഇന്ന് പോകുന്നിടത്തെല്ലാം കർത്താവ് നിന്നെ അനുഗ്രഹിക്കും. നിൻ്റെ വഴികളിൽ നീ ഇന്ന് സംസാരിക്കുന്നിടത്തെല്ലാം കർത്താവ് നിന്നെ അനുഗ്രഹിക്കും. ദൈവത്തിലെ നിൻ്റെ ഓരോ ഉദ്യമങ്ങളും നിൻ്റെ ഓരോ ചിന്തകളും നിൻ്റെ ഓരോ തീരുമാനങ്ങളും അത് അനുകൂലമാണ് നടക്കാനും അനുകൂലമല്ലെങ്കിൽ നിനക്കെതിരാണെങ്കിൽ നടത്താതിരിക്കാനും കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നിന്നെ ഗൈഡ് ചെയ്യട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയാൽ ഇന്ന് നീ ചെയ്യുന്ന മുഴുവൻ കാര്യങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ കൃപ ചൊരിയട്ടെ. പരിശുദ്ധ അമ്മ ദേവമാതാവ് നിനക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. എൻ്റെ പ്രിയപ്പെട്ടവരെ, പിന്നെ ഉണ്ടല്ലോ ചില ആൾക്കാർ ദൈവമായിട്ട് ഒരു പ്രാവശ്യം ചോദിക്കും, രണ്ടാമത്തെ പ്രാവശ്യം ചോദിച്ചില്ല പിന്നെ ആ വഴിക്ക് പിന്നെ അവർ വരത്തില്ല, പ്രാർത്ഥന വലിയ കാര്യമൊന്നുമില്ല എന്ന് പറയും. അത് ദൈവത്തിന് അറിയാവുന്നതുകൊണ്ട് ഇവന്മാരോട് ഇങ്ങനെയുള്ള അണ്ണന്മാരോട് ദൈവം അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യത്തുമില്ല. അതാണ് ഏറ്റവും വലിയ വരുന്ന വിഷയം. ഇപ്പം ചിലർക്ക് ദൈവം ചോദിക്കുമ്പോൾ തന്നെ എടുത്ത് കൊടുക്കുകയും ചെയ്യും. അത് മിക്കവാറും നശിപ്പിൻ്റെ വിത്തുകളായിരിക്കും, അത് വേറെ വിഷയം. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഈ ധൂർത്തപുത്രൻ്റെ ഒരു മൂത്ത ചേട്ടനില്ലേ, നമ്മൾ ധൂർത്തപുത്രൻ്റെ പിറവായനല്ലല്ലോ, അപ്പോൾ ധൂർത്തപുത്രൻ്റെ മൂത്ത ചേട്ടനില്ലേ, ചേട്ടായി അങ്ങേര് ഇവിടെ ഇവൻ തിരിച്ചു വരുമ്പോൾ വീട്ടിലെ ഡാൻസും പാട്ടും കേട്ടിട്ട് സങ്കടം വരും അല്ലേ. ഇവരെ കൊടുത്ത കാളക്കുട്ടിയൊക്കെ ഒന്ന് അപ്പൻ മകന് നല്ല ഉടുപ്പ് കൊടുത്തു, ചെരുപ്പ് കൊടുത്തു, മോതിരം കൊടുത്തു. അവിടെ എല്ലാവരും ഭയങ്കര നൃത്താഘോഷങ്ങളൊക്കെ കഴിയുമ്പോഴാണ് തപ്പും കൊട്ടും പാട്ടും ഒക്കെ കേട്ട് ഈ മൂത്ത മകൻ വയലിൽ നിന്ന് വരികയില്ലേ, അപ്പോഴും അവൻ കഷ്ടപ്പെട്ട് ജോലിയും ചെയ്ത് വെച്ച് വരികയാണ്. ആ സീനൊക്കെ ഭയങ്കര ഐറോണിക്ക് ഭയങ്കര സീനാണത്. കാര്യം ഈ വീട് ചത്തുപോയിട്ട് കുറേ നാളായി, ഇത് മരിച്ച വീട് പോലെ കിടക്കുന്ന സംഭവം. അയാൾ ഓർത്തത് അയാൾക്ക് വഴിതെറ്റിപ്പോന്ന് അയാൾ വിചാരിച്ചത് ഈ മൂത്ത മകന്. കാര്യം ഇങ്ങനെ സംഭവിക്കത്തില്ല, നമ്മുടെ വീട്ടിലെ അങ്ങനെ സംഭവിക്കണെ കുറിച്ച് അയാൾ ചിന്തിക്കണില്ല. അത് ആരൻ്റെ വീട്ടിൽ അടിയന്തരം നടക്കണമെന്ന് അയാൾ ചിന്തിച്ചത്. വന്ന് നോക്കി ആദ്യം എത്തിയപ്പോഴല്ലേ നമ്മുടെ വീട്ടിലാണ് ഈ വേല പടയനും മുഴുവനും അയാൾക്ക്. അപ്പം അയാളൊരു വേലക്കാരനെ വിളിച്ചു പറഞ്ഞു, മറ്റേ വന്നേട്ടാ, ആള് വന്നിട്ടുണ്ടേട്ടാ. അയാൾ ആ ജീവനോടെ കിട്ടിയിട്ട് അപ്പം ഭയങ്കര സന്തോഷത്തിലാണ്. കാളേക്കുന്ന് അടിയന്താ നടത്തി കണ്ടിങ്ങനെ പാട്ടും ഡാൻസ്. അവൻ അപ്പം തന്നെ ഇടിവെട്ടുകൊണ്ട പോലെ കനച്ചരുവം പോലെ ഇങ്ങനെ നിൽക്കുക. അപ്പം അപ്പൻ പിരിമാറ്റി ജല്ലക്കിടക്കൂടെ നോക്കുമ്പോൾ കണ്ടു നിൽക്കണ ഒരു രൂപം കനച്ച് നിൽക്കുകയാണ്. അപ്പൻ്റെ ചങ്കന്ന് പിടച്ച് കാര്യം ഇവരെങ്ങനെ നാട് വിട്ടു പോയാൽ എന്ത് ചെയ്യും, ഇതുപോലെ പോയാൽ എന്ത് ചെയ്യും. അപ്പോഴേ അപ്പൻ്റെ ആക്രാന്തം കാണണം. പണ്ട് ഇവനോട് ആ ആക്രാന്തം കാണിച്ചിട്ട് ഇവൻ പോകത്തില്ലായിരുന്നു. ഇപ്പൊ അപ്പൻ എന്താ ചെയ്യണമെന്ന് നോക്കി. ലുക്ക 15:27 വേലക്കാരൻ പറഞ്ഞു, നിന്റെ സഹോദരൻ തിരിച്ചു വന്നിരിക്കുന്നു. അവനെ സസുഖം തിരിച്ചു കിട്ടിയത് കൊണ്ട് നിന്റെ പിതാവ് കൊഴുത്ത കാളക്കുട്ടിയെ കൊന്നിരിക്കുന്നു. അപ്പനും എന്റെ സന്തോഷമായി. അവൻ കോപിച്ച് അകത്തു കയറാൻ വിസമ്മതിച്ചു. പിതാവ് പുറത്തു വന്നു. അതേതാണ് സംഭവം. പിതാവിന്റെ ലക്ഷണം മാറി. ഈ പുറത്ത് വരുത്തിലും പിറക്കം പാച്ചിലും ഒക്കെ പുറത്ത് വന്നു. പിതാവ് ലക്ഷണം പറയാണ്ടതൊക്കെ പിതാവ് പുറത്ത് വന്നു. അവനോട് സാന്ത്വനങ്ങൾ പറഞ്ഞു. അവനോട് പട്ടാങ്ങി പറയാൻ, സാന്ത്വനല്ല പട്ടാങ്ങിയാണ്. കാര്യം അവൻ വിട്ടുപോയി കഴിഞ്ഞാൽ എല്ലാം വെള്ളത്തിലാവും. അതാണ് അവന്റെ മൂല്യമുള്ളവനാണ് അവനോട് സാന്ത്വനങ്ങൾ പറയാൻ തുടങ്ങി. എന്താണ് പിതാവ് പറഞ്ഞതെന്ന് കേട്ടെ. എന്നാൽ അവൻ പിതാവിനോട് പറഞ്ഞു, നോക്കൂ, എത്ര വർഷമായി
എത്ര കാലമായി ഞാൻ നിനക്ക് ദാസ്യവേല ചെയ്യുന്നു. അവൻ ദാസ്യവേല ചെയ്യാന്ന് മകനെ പോലെ അല്ല, അവൻ ദാസനായിട്ട് ഇവിടെ ജോലിക്ക് ഇരുന്ന. ഒരിക്കലും നിന്റെ കൽപ്പന ഞാൻ ലംഘിച്ചിട്ടില്ല. വചനം അവനെ ജോലി ചെയ്യുകയും ചെയ്യും, വചനം കേൾക്കുകയും ചെയ്യും. അതാണ് ഭയങ്കര ഒരു ഉടമ്പടി ജീവിതമാണ് അവൻ്റെ. ആ മൂത്ത മകൻ്റെ ജീവിതം ഉണ്ടല്ല, കറക്റ്റ് ഉടമ്പടി ജീവിതമാണ്. അവൻ വചനം കേൾക്കുകയും ചെയ്യും, ആ വചനം അനുസരിച്ച് വീട്ടിൽ ജീവിക്കുകയും ചെയ്യും. എങ്കിലും എന്റെ കൂട്ടുകാരോടൊത്ത് ആഹ്ലാദിക്കാൻ, എന്റെ കൂട്ടുകാരോട് ആഹ്ലാദിക്കാൻ ഒരു ആട്ടിൻകുട്ടിയെ പോലും നീ എനിക്ക് തന്നില്ല. ഇതേണ്ട സന്ധ്യക്ക് ഈ അപ്പൻ ഒരു മക്കളോട് രണ്ട് തരത്തിലാണ് പെരുമാറൊക്കെ തോന്നിപ്പോകും. കാര്യം ഇത് ആട്ടിൻകുട്ടിയെ പോലും ഇവിടെ കൊടുത്തില്ലല്ല. കാര്യം ആട്ടിൻകുട്ടിയുടെ കാര്യം പറയാതിരിക്കണം നല്ലത്. കാര്യം ഈ അപ്പൻ ആലിൽ പോണത് അല്ലെങ്കിൽ ആടണത്തിറ്റാൻ പോണ പരിപാടിയൊന്നും ഇല്ല. വയസ്സാക്കായിട്ട് വീട്ടിൽ ഇരിക്കണേ. അവനാണ് ഈ 100 ആടിനെയും കൊണ്ട് പോണത്. അതിൽ 10-15 ഓരോ ദിവസം പ്രസവിക്കും. അതേ 5-6 കുട്ടികളൊക്കെ ഉണ്ടാകും, 10-40 കുട്ടികളുണ്ടാകും. ഇതിൻ്റെ കണക്കെല്ലാം കൃത്യമായിട്ട് വൃത്തിമനയമായിട്ട് ഈ അപ്പന് കൊടുക്കുന്നുണ്ട്. ഈ അപ്പൻ്റെ ഇടയ്ക്ക് 10 ആടിൻ്റെ കണക്ക് കുറച്ച് കൊടുത്താലും അപ്പന് ഇവനെ വിശ്വസിക്കും. പക്ഷെ അവൻ ഈ മുത്തവൻ സത്യസന്ധനാ, വചനത്തിലും ജീവിതത്തിലും എല്ലാം സത്യസന്ധനാ. എന്നിട്ട് ഈ സത്യസന്ധനായിട്ടുള്ള സംഭവം എന്താണ് അത് പറയലേ? സത്യസന്ധനായിട്ട് ഇരുന്നിട്ട് കർത്താവിൻ്റെ കയ്യിൽ നിന്ന് ഒരു കൂട്ടുകാരുടെ കൂടെ ഉല്ലസിക്കാൻ വേണ്ടി ഇവൻ അതിൻ്റെ അകത്തുനിന്ന് ഒരു ആട്ടിൻകുട്ടിയെ ചോദിച്ചിട്ട് ആട്ടും ഓടിച്ചു കളഞ്ഞവരെ അവൻ. പക്ഷെ എന്നിട്ടും അവൻ കയർത്തില്ല. അതാണ് മൂത്ത മകൻ എന്ന് പറയുന്നത്. മൂത്ത മകൻ ഒരു സംഭവമാണ് ശരിക്കും. ബൈബിളിൽ ഏറ്റവും ടോപ്പ് ആ മൂത്ത മകനാണ് ശരിക്കും. അവനെ കണ്ടില്ല, നീ നോക്കിയാൽ ഇത്രയും പ്രസംഗം ഉണ്ടായിരുന്നു. ദൈവത്തിന് മുമ്പ് നിൽക്കണം എങ്ങനെയാണെന്ന് നമുക്ക് പഠിപ്പിക്കണത് ഈ മൂത്ത മകനും. പിന്നെ ലൂക്കായിന് 2 അധ്യായം കഴിയുമ്പോൾ 12-17-10 പറയുന്നൊരു ദാസനുമുണ്ട്. ഉഴാനും ആട് മേയ്ക്കാനും പോയിട്ട് തിരിച്ച് ഇതുപോലെ വയലിൽ നിന്ന് വന്നവനാണ്. ഈ വയലിൽ നിന്ന് വന്നവന്മാരൊക്കെ വില്ലന്മാരായിരിക്കും. ഈ മൂത്ത മകനും വയലിൽ നിന്ന് വരികയാണ്. ഇനി ലൂക്ക 17-10 ഒരാൾ വയലിൽ നിന്ന് വരും, ഉഴാനും ആട് മേയ്ക്കാനും പോയിട്ട് അവനും വരും. അപ്പോൾ അവൻ വയലിൽ നിന്ന് വരുമ്പോൾ എന്താ പറയണത്? നീ പോയി കുളിക്കുക, എനിക്ക് ഭക്ഷണം ഉണ്ടാക്കുക, വിളമ്പിത്തരിക, പിന്നെ നിനക്ക് കഴിക്കുക എന്നല്ല പറയുക. അത് എന്നിട്ട് അതെല്ലാം കൽപ്പിക്കപ്പെട്ടെല്ലാം ചെയ്തതിന് ശേഷം പ്രയോജനരഹിതന ദാസൻ, ശരിക്കും പ്രയോജനരഹിതന ദാസൻ ആരാണ്? ഈ മൂത്ത മകനാ. അവനൊരു പ്രയോജനമില്ലാത്തവൻ. അവൻ പ്രയോജനമില്ല, അപ്പനെ കൊണ്ട് ഒരു പ്രയോജനമില്ലാത്തൊരു മനുഷ്യനായിട്ട് അവൻ ജീവിക്കാൻ. എൻ്റെ ദൈവത്തിലെ യഥാർത്ഥ ആധ്യാത്മിക ജീവിതത്തിൽ ദൈവത്തെ കൊണ്ട് ഒരു പ്രയോജനമില്ലാത്തവനായിട്ട് നമുക്ക് തോന്നും. ദൈവത്തെ കൊണ്ട് ഒരു പ്രയോജനമില്ല നമുക്ക് തോന്നാം. എന്നിട്ട് നമ്മൾ വിശ്വാസം ജീവിക്കും. അതാണ് മൂത്ത മകൻ്റെ ജീവിതം. അപ്പം പറയേണ്ട വാക്കുണ്ട്. എന്താണ്? ഇങ്ങനെ ജീവിക്കുമ്പോൾ നീ ഓർക്കണം മകനെ, എൻ്റെ മകനെ, നീ എപ്പോഴും എന്നോട് കൂടി ഉണ്ടല്ലോ. അപ്പോൾ ദൈവത്തിൽ നിന്നൊന്നും കിട്ടിയില്ലെങ്കിൽ ദൈവം തന്നെ നിൻ്റെ കൂടെ ഉണ്ട് എന്ന് നീ മനസ്സിലാക്കണം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ. ആദ്യമായി എനിക്കിവിടെ അമ്മയുടെ സാക്ഷിയാകാൻ എനിക്കൊരു അവസരം തന്ന എൻ്റെ മാതാവിനും തിരുക്കുമാരനും ഒരുപാട് നന്ദിയോടുകൂടി. എൻ്റെ പേര് ജിജി. ഞാൻ കായംകുളത്തിനടുത്തുള്ള ദേവികുളങ്ങര എന്ന സ്ഥലത്താണ് വരുന്നത്. അപ്പം ഞാൻ 2024 ഫെബ്രുവരി 10 ഇവിടെ ആദ്യമായി ഉടമ്പടി എടുക്കാനായി എത്തുന്നത്. ഒരുപാട് മാനസികമായുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഇടയിൽ നിന്നുമാണ് ഞാൻ ഇവിടേക്ക് എത്തിച്ചേരുന്നത്. ഞാനൊരു നേഴ്സാണ്. ദേവികുളങ്ങര ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പാലിയേറ്റീവ് നേഴ്സായിട്ട് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ കരാർ അടിസ്ഥാനത്തിലാണ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ജോലിക്കൊരു സ്ഥിരതയില്ല. അപ്പം ഒരുപാട് ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം മാതാവിനോട് ഞാനിവിടെ വന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചു, മാതാവേ എൻ്റെ ജോലിക്കൊരു സ്ഥിരത തരണം, അതുപോലെ തന്നെ എൻ്റെ കുടുംബത്തിൻ്റെയും സമാധാനവും ശാന്തിയും നിലനിർത്തി തരണം. ഇതിനു വേണ്ടി ഞാൻ എൻ്റെ അമ്മ മാതാവിനോട് സ്ഥിരമായി പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പം ഒരുപാട് പ്രാർത്ഥനയുടെ ഫലമായി എനിക്ക് ചെയ്തുകൊണ്ടിരുന്ന ജോലി സ്ഥലത്ത് തന്നെ മാനസികമായി ചില ബുദ്ധിമുട്ടുകൾ 12 വർഷമായിട്ട് ഞാൻ അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എനിക്ക് ഒരു മാനസിക ബുദ്ധിമുട്ട് തോന്നിയിട്ട് എനിക്കെന്നാൽ വേറൊരു ജോലിയെപ്പറ്റി ചിന്തിക്കേണ്ട ഒരു അവസ്ഥയുണ്ടായി. അപ്പോൾ ഞാൻ ഓൺലൈൻ വഴിയാണ്, നേഴ്സസ് പേജിൽ നിന്നൊരു ഓൺലൈൻ വഴിയാണ് ഞാൻ പല വേക്കൻസികളും നോക്കി. അതിൽ നിന്നും ഉചിതമായ കുറേ ആപ്ലിക്കേഷൻസുകളൊക്കെ അയച്ചു. പലരിൽ നിന്നും റിപ്ലൈ വന്നെങ്കിലും എനിക്ക് മനസ്സിന് ഇണങ്ങിയ ഒരു മറുപടി എങ്ങനെയൊന്നും ലഭിച്ചില്ല.
അങ്ങനെ ഇരിക്കുമ്പോഴാണ് ജൂൺ 26 എനിക്ക് ഒരു ഏജൻസി വിളിക്കുന്നു. അവർ ഒരു ഇൻ്റർവ്യൂവിന് വേണ്ടി വിളിക്കുകയാണ്. അപ്പം അവിടെ അവരുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ പറഞ്ഞു 29 കോട്ടയത്ത് വെച്ചും എറണാകുളത്ത് വെച്ചും ഒരു ഇൻ്റർവ്യൂ ഉണ്ട്, നിങ്ങൾക്ക് ഉചിതമായ സ്ഥലം ഏതാണെന്ന് വെച്ചാൽ ചോയ്സ് ചെയ്യാം. അങ്ങനെ എനിക്ക് എളുപ്പം കോട്ടയം ആയത് കാരണം ഞാൻ കോട്ടയം ചോയ്സ് ചെയ്തു. സത്യത്തിൽ എൻ്റെ വീട്ടിൽ ഞാൻ കാരണം ഇങ്ങനൊരു ഒരു ജോലിയിൽ ഇരിക്കുകയാണ്. അപ്പം വേറൊരു ജോലിയെപ്പറ്റി ഞാൻ വീട്ടിലൊന്നും പറയുന്നില്ല. എൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ എല്ലാവർക്കും അറിയാം. അപ്പം വേറൊരു ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നെങ്കിൽ ശ്രമിച്ചോളൂ, അത് പുറത്തേക്ക് പോകാൻ വേണ്ടി വീട്ടിലൊരുപാട് പ്രതിസന്ധികളുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എന്നെ പുറത്തേക്ക് വിടാൻ പലയിടത്തു നിന്നും പല ബുദ്ധിമുട്ടുകളും പറയുന്നത് കാരണം ഞാൻ എൻ്റെ ആഗ്രഹങ്ങളെല്ലാം അടക്കി വെച്ച് ഞാൻ നാട്ടിൽ തന്നെ തുടരാം എന്നുള്ളൊരു രീതിയിലേക്ക് തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം എൻ്റെ ഒരു വിഷമം കാരണം വീട്ടുകാരിൽ നിന്ന് സമ്മതം വന്നു, പുറത്തേക്ക് പോകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നീ അതിന് വേണ്ടി ശ്രമിച്ചോളൂ എന്നുള്ളൊരു അനുമതി കിട്ടി. എങ്കിൽ പോലും ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പോലും പറയാതെയാണ് ഞാൻ ഇൻ്റർവ്യൂവിന് പോകുന്നത്. എൻ്റെ ചേച്ചിയോട് പറഞ്ഞു. എൻ്റെ ചേച്ചി ഞാനും കൂടിയാണ് ഒരു ഞായറാഴ്ച ഇൻ്റർവ്യൂവിന് ചെന്നു. ഒരു പ്രതീക്ഷയും എനിക്കില്ല, കാരണം എന്ന് വെച്ചാൽ ഞാൻ ആദ്യമായിട്ടാണ് പുറത്തേക്കുള്ളൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് ഒരു എക്സ്പീരിയൻസ് ആകുമല്ലോ എന്ന് കരുതി മാത്രമാണ് ഞാൻ ആ ഇൻ്റർവ്യൂവിലേക്ക് പോകുന്നത്. പക്ഷേ അവിടെ ചെന്ന് 15 പേരായിരുന്നു ഇൻ്റർവ്യൂവിനുണ്ടായിരുന്നത്. പക്ഷേ എന്നേക്കാൾ കഴിവുള്ളവരും എന്നേക്കാൾ പ്രായം കുറഞ്ഞവരും എന്നേക്കാൾ എല്ലാ കാര്യങ്ങൾക്കും ഞാൻ അവിടെ ചെന്നപ്പോൾ അവർ ഓരോരുത്തരുടെയും ഒരു അപ്പിയറൻസും അവരുടെ ഒരു പെർഫോമൻസും ഒക്കെ ഒരു രീതി കണ്ടപ്പോൾ ഞാൻ ഇവരിൽ നിന്ന് ഒന്നുമല്ല, എനിക്ക് ഒരിക്കലും കിട്ടാൻ യാതൊരു യോഗ്യതയില്ല എന്ന് തന്നെ ഞാൻ തന്നെ മനസ്സിൽ കരുതി. എങ്കിൽ പോലും എൻ്റെ പ്രാർത്ഥനയിൽ എൻ്റെ മാതാവ് ഉണ്ടായിരുന്നു. എൻ്റെ മാതാവിൻ്റെ ഒരു അനുഗ്രഹം ഉണ്ടെങ്കിൽ എന്തെങ്കിലും എങ്ങനെ ആകട്ടെ എന്നുള്ള രീതിയിലാണ് ഞാൻ ഇൻ്റർവ്യൂ ബോർഡിലേക്ക് കയറി ചെല്ലുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എന്തൊരു അത്ഭുതം എന്ന് പോലും എനിക്ക് അറിയത്തില്ല. ഞാൻ നിറഞ്ഞ വളരെ പോസിറ്റീവ് എനർജിയോടുകൂടിയാണ് അവിടെ. എങ്ങനെ എനിക്ക് എനർജി വന്നു, എത്ര ഞാൻ ആക്റ്റീവായി എന്നെനിക്കറിയില്ല. അവർ ഡയറക്റ്റ് ഇൻ്റർവ്യൂ ആയിരുന്നു. നല്ല ഫ്ലുവൻ്റായിട്ടുള്ള ഇംഗ്ലീഷ് ഉള്ളവർക്ക്, ഇംഗ്ലീഷ് പറയാൻ അറിയുള്ളവർക്ക് മാത്രമുള്ള ഒരു ചാൻസ് കിട്ടുന്ന ഒരു ഇൻ്റർവ്യൂവിലാണ്. പക്ഷേ അവർ ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം നിഷ്പ്രയാസം ഒരു 1/4 മണിക്കൂറോളം തുടർന്നും ഒരു കണ്ടിന്യൂസ് ആയിട്ട് എനിക്കെന്നെ മറുപടി പറയാനും, ആ വന്നവരുടെ കൂട്ടത്തിൽ ഏറ്റവും ഒന്നാമതായി ഓഫർ ലെറ്ററും അവരുടെ ഒരുപാട് അപ്രീസിയേഷനും കൂടി എനിക്ക് ഒരു ഓഫർ ലെറ്റർ ലഭിച്ചു. എനിക്കതിന് അത് ഒരിക്കലും എൻ്റെ കഴിവല്ല, കാരണം അവിടെ സംസാരിച്ചത് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത് ഞാനല്ല, കാരണം എനിക്ക് അത്രയും കഴിവില്ല. പക്ഷേ ആ ഒരു കഴിവ് എനിക്ക് നേടിത്തന്നത് എൻ്റെ മാതാവാണ്. എൻ്റെ മാതാവ് ആണ് എനിക്ക് വേണ്ടി സംസാരിച്ചതും ആ വാക്കുകളിലൂടെ എല്ലാ കാര്യങ്ങൾക്കും മറുപടി പറഞ്ഞതും എൻ്റെ മാതാവാണ്. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. മാതാവിൻ്റെ കഴിവൂടെ എനിക്ക് അങ്ങനെ കിട്ടി. പക്ഷേ അതിനുശേഷം ഒരുപാട് കടമ്പകളുണ്ട്. ഓഫർ ലെറ്റർ കിട്ടി എന്നും കാര്യം നമുക്ക് ജോലിക്ക് പോകാൻ സാധിക്കില്ല. പിന്നെ ഒരുപാട് പേപ്പർ വർക്കുകളും പിന്നെ പ്രോമെട്രി എന്ന് പറയുന്ന ഒരു എക്സാമും ഉണ്ട്. പ്രോമെട്രിയെ പറ്റി ഓർക്കുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, കാരണം പഠിച്ചിറങ്ങിയിട്ട് കുറേ നാളായി. ഞാൻ എങ്ങനെ ഈ കടമ്പ കടക്കും? അതുകൊണ്ട് പ്രോമെട്രിയെ പറ്റി ആലോചിക്കുമ്പോൾ ഞാൻ പുസ്തകങ്ങൾ എടുത്ത് വെച്ചും ഓൺലൈനിലൂടെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തും ഏജൻസി പറയുന്ന സമയമായിട്ടും ഞാൻ എക്സാം അറ്റൻഡ് ചെയ്യുന്നില്ല. കാരണം എക്സാം അറ്റൻഡ് ചെയ്യാൻ എനിക്ക് പേടിയാണ്. കാരണം ഒരു എക്സാമിന് തന്നെ 28,000 രൂപയാണ് കെട്ടിവെക്കേണ്ടത്. അപ്പോൾ ആ എക്സാം എനിക്ക് ഫെയിലായി കഴിഞ്ഞാൽ 2 പ്രാവശ്യം കൂടി എഴുതാം. പക്ഷേ എപ്പോഴും സാമ്പത്തികമായ ബുദ്ധിമുട്ടുണ്ട്. എവിടെ നിന്ന് ഈ പൈസ കണ്ടെത്തും? അതുകൊണ്ടൊക്കെ തന്നെ എക്സാം അറ്റൻഡ് ചെയ്യാൻ വളരെയേറെ ഒരു ആദ്യത്തെ അറ്റൻഡിൽ തന്നെ കിട്ടുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നെപ്പോൾ ഒരു വ്യക്തിക്ക് കിട്ടുമോ അങ്ങനെയുള്ള സംശയമൊക്കെ കാരണം ഞാൻ എക്സാം എഴുതാതെ ഇങ്ങനെ നീട്ടി വെച്ചുകൊണ്ട് നടന്നു. പക്ഷേ ഏജൻസിക്കാർ എന്നെ സമ്മർദ്ദം ചെലുത്തി എത്രയും പെട്ടെന്ന് എക്സാം എഴുതിയില്ലെങ്കിൽ ഈ ചാൻസ് നഷ്ടപ്പെടുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് അവർ തന്നെ എനിക്ക് വേണ്ടി ഒരു ഓഫ്ലൈൻ ക്ലാസ് അറേഞ്ച് ചെയ്ത് തന്നു. അങ്ങനെ ഞാൻ ആ ഓഫ്ലൈൻ ക്ലാസ്സിലേക്ക് 10 ദിവസം അവിടെ പോയി നിന്നു. ഓഫ്ലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്തു. എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തു. അങ്ങനെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് പ്രാർത്ഥനകളോട്, കാരണം കഴിവിനപ്പുറം എൻ്റെ കഴിവുകളൊന്നുമില്ല. കാരണം ഞാൻ പഠിച്ചിറങ്ങിയ കുറേ കാലം കഴിഞ്ഞു, എൻ്റെ കഴിവുകളൊന്നുമില്ല. പക്ഷേ മാതാവ് ഇടപെട്ടാൽ മാത്രമേ ഈ ഒരു കടമ്പ കടന്നു കിട്ടാൻ പറ്റും. 100% ഞാൻ വിശ്വസിച്ചു. കാരണം എനിക്ക് യാതൊരു മെറിറ്റുമില്ല, എല്ലാം മാതാവിൻ്റെ കഴിവ് മാത്രമാണ്. അതുകൊണ്ട് ഞാൻ പ്രാർത്ഥനകളിലും അതിൻ്റെ കൂടെ തന്നെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുമ്പോഴും എനിക്ക് അത്ഭുതങ്ങളായിരുന്നു. കാരണം പഠിച്ചിറങ്ങി ഫ്രഷ് ആയിട്ടുള്ള കുട്ടികൾ ഇരിക്കുമ്പോൾ അവരുടെ ഒപ്പം തന്നെ എനിക്ക് എത്തിപ്പെടാൻ പറ്റുന്നുണ്ട്. അങ്ങനെ വല്ലാത്തൊരു സമാധാനവും സന്തോഷത്തോടും കൂടിയാണ് ഞാൻ എക്സാം എഴുതാൻ വേണ്ടി പോകുന്നത്. ഒക്ടോബർ 19 ആയിരുന്നു പരീക്ഷ. തിരുവനന്തപുരത്ത് വെച്ചായിരുന്നു. 11 മണിയാണ് സമയം കിട്ടിയത്. രാവിലെ കായംകുളത്തു നിന്നും 6:15 ഒരു ട്രെയിൻ കയറി അവിടെ രാവിലെ പ്രാർത്ഥന. ഞാൻ രാവിലെ 5:30 പ്രത്യക്ഷീകരണ പ്രാർത്ഥനയിൽ ഇരിക്കുന്ന സമയത്ത് ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ, എൻ്റെ ട്രെയിൻ വരുന്നതിന് മുമ്പായിട്ട്, ഞാൻ പ്രാർത്ഥിച്ചിറങ്ങുന്നതിന് മുമ്പായിട്ട് എനിക്കൊരു അടയാളം കാണിച്ചു തരണം. ആ അടയാളം കണ്ടുകൊണ്ട് വേണേൽ എനിക്ക് പോകാൻ. ആ അടയാളം കണ്ടിട്ട് പോയാൽ എനിക്ക് ഉറപ്പാണ് എനിക്ക് എക്സാം പാസ്സാകാൻ പറ്റും.
ഞാനങ്ങനെ പ്രാർത്ഥിച്ചു. തിരി അപ്പം ട്രെയിൻ പോകാൻ സമയം വീട്ടുകാർ ബഹളം വെക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് തിരി അണയ്ക്കാൻ പറ്റുന്നില്ല, കാരണം എനിക്ക് അടയാളം കിട്ടുന്നില്ല. ഞാൻ പക്ഷേ തിരി അണച്ച് തിരിഞ്ഞ് നോക്കിയിട്ട് ഞാൻ ഒന്നുകൂടെ തിരിഞ്ഞ് നോക്കിയപ്പോൾ അവിടെ ഒരു മാതാവിൻ്റെ രൂപം തെളിഞ്ഞു വന്നു. എനിക്ക് ഉറപ്പായിരുന്നു എനിക്ക് എക്സാം നല്ല രീതിയിൽ പാസ്സാകാൻ പറ്റുമെന്ന്. എനിക്ക് ആ ഒരു പോസിറ്റീവ് എനർജി എനിക്ക് അവിടെ നിന്ന് കിട്ടി. തുടർന്ന് ഞാൻ പോകുന്ന വഴിക്കെല്ലാം ചൊല്ലിക്കൊണ്ട് നടന്നു. അവിടെ എക്സാം ഹാളിലെത്തി. അവിടെ എക്സാം ഹാളിലെത്തിയപ്പോഴും വളരെ കോൺഫിഡൻസോടുകൂടി എനിക്ക് പരീക്ഷ അറ്റൻഡ് ചെയ്യാൻ പറ്റി. ചില സമയത്തൊക്കെ എനിക്ക് ചില ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ ഞാൻ മാതാവിനെ പ്രാർത്ഥിക്കും. ഞാൻ മാതാവിനോട് പറയും, മാതാവേ എനിക്ക് ചില ഉത്തരങ്ങൾ കിട്ടുന്നില്ല, നീ എനിക്ക് കാണിച്ചു തരണമേ. എനിക്ക് എന്തോ മാജിക്ക് പോലെ ഒരു ഉത്തരം എനിക്ക് തെളിഞ്ഞു വരും. ഞാനത് ക്ലിക്ക് ചെയ്ത് 3 മണിക്കൂർ കൊണ്ട് എഴുതേണ്ട പരീക്ഷ ഞാൻ 2.5 മണിക്കൂർ കൊണ്ട് എഴുതി കഴിഞ്ഞ് ഞാൻ റിവൈസ് ചെയ്ത് നോക്കിയപ്പം ഞാൻ തെറ്റാണെന്ന് കരുതിയ പല ഉത്തരങ്ങളും അത് ശരിയായിട്ട് തന്നെ അത് കാണാൻ സാധിച്ചു. അതുപോലെ തന്നെ ഞാൻ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ആകുന്ന സമയം എന്ന് മുതൽ ഞാൻ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാൻ തുടങ്ങിയോ അന്ന് മുതൽ വരെ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് എനിക്ക് ഒരു 96 എന്നൊരു നമ്പർ പലതവണ, 1 അല്ല 2 അല്ല പല തവണ എനിക്ക് ആ നമ്പർ തെളിഞ്ഞു എന്നെ സ്വപ്നത്തിൽ കാണിച്ചു തരും. എനിക്ക് മാർക്ക് പാസ്സാകാൻ വേണ്ടി 60% മാർക്കാണ് വേണ്ടത്. പക്ഷേ 96 കാണുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നില്ല എന്താണ് ഈ 96% കിട്ടാനുള്ള യോഗ്യത എനിക്കുണ്ടോ. അത്രയും യോഗ്യത എനിക്കില്ല. 96 പോയിട്ട് 60% പോലും പാസ്സാകാനുള്ള യോഗ്യത എനിക്കില്ല. എന്നിട്ട് എനിക്ക് എന്താണ് ഈ 96 കാണുന്നത് എനിക്ക് മനസ്സിലായില്ല. പരീക്ഷ നമുക്ക് കഴിഞ്ഞ് കഴിയുമ്പോൾ അന്നേരം തന്നെ നമുക്ക് പാസ്സാണോ ഫെയിലാണോ എന്ന് കാണിക്കും. അപ്പം നമ്മൾ സബ്മിറ്റ് ചെയ്ത ഉടനെ തന്നെ എനിക്ക് പാസ്സായെന്നുള്ള റിസൾട്ട് വന്നു. പാസ്സായ റിസൾട്ട് വന്നിട്ട് അവർ പറഞ്ഞ 1/2 മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ മെയിലിലേക്ക് നിങ്ങളുടെ മാർക്ക് ഷീറ്റ് വരും. അപ്പം ഞാൻ അവിടെ നിന്ന് ഇറങ്ങി റെയിൽവേ സ്റ്റേഷനിൽ എത്തുമ്പോഴത്തേക്ക് ഞാൻ മെയിൽ ഓപ്പൺ ചെയ്തു. മെയിൽ ഓപ്പൺ ചെയ്യുമ്പോൾ എനിക്ക് കാണാൻ സാധിച്ചത് എൻ്റെ മാർക്ക് ലിസ്റ്റിനകത്ത് 96 മാർക്കാണ് എനിക്ക് അന്ന് കിട്ടിയത്. എനിക്ക് എൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം എന്നെ എത്രയോ ദിവസങ്ങൾക്ക് മുമ്പ് മാതാവ് ആ മാർക്ക് കാണിച്ചു തന്നിരുന്നു. അപ്പം മാതാവ് നിശ്ചയിച്ചിരുന്നു എനിക്ക് 96 മാർക്ക് കിട്ടുമെന്നും ഈ പരീക്ഷയ്ക്ക് ആദ്യത്തെ അറ്റൻഡിൽ തന്നെ ഞാൻ ജയിക്കുമെന്ന് മാതാവ് എനിക്ക് നേരത്തെ തന്നെ കാണിച്ചു തന്നിരുന്നു. പിന്നെയുള്ള ഒരുപാട് പേപ്പറുകളും കാര്യങ്ങൾക്കൊക്കെ വളരെ ഫാസ്റ്റായിട്ട്, കാരണം മറ്റുള്ളവരൊക്കെ എൻ്റെ കൂടെ നിൽക്കുന്നവരെല്ലാം അവിടെ നിൽക്കുന്ന സമയത്ത് പോലും എൻ്റെ ഓരോ വർക്കുകളും മുമ്പോട്ട് വന്നു. ജനുവരി 2-ാം തീയതി എൻ്റെ മെഡിക്കൽ കഴിഞ്ഞു. മാർച്ച് 7-ാം തീയതി എനിക്ക് ടിക്കറ്റ് വരുമെന്നാണ് ഇവർ പറഞ്ഞിരുന്നത്. പക്ഷേ അതിനും മാതാവ് മുൻപേ ഇടപെട്ടു. എനിക്ക് മാർച്ച് 2-ാം തീയതി ടിക്കറ്റുമായിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. ഞാൻ മാതാവിനോട് പറഞ്ഞു ഞാൻ അവിടെ വരും, സാക്ഷ്യം പറയും. എൻ്റെ വിസയും ടിക്കറ്റുമായിട്ട് വന്നിട്ടാണ് ഞാൻ സാക്ഷ്യം പറയുന്നത്. ടിക്കറ്റ് വരാൻ താമസിക്കുകയാണ്. മെനിങ്ങാന്നായിട്ട് എനിക്ക് ടിക്കറ്റ് വന്നിട്ടില്ല. പക്ഷേ അവർ ഡേറ്റ് പറഞ്ഞു 2-ാം തീയതി വരുമെന്ന്. അപ്പം ഞാൻ ഇന്നലെ രാവിലെ എഴുന്നേറ്റു. മെനിങ്ങാൻ രാത്രി എൻ്റെ അമ്മയോട് പറഞ്ഞു, അമ്മ നമുക്ക് എന്തായാലും സാക്ഷ്യം പറയാൻ പോകാം. സാക്ഷ്യം പറയുമ്പോഴത്തേക്ക് എൻ്റെ ടിക്കറ്റ് വന്നാലും വന്നില്ലേലും ഞാൻ 25-ാം തീയതി പോയി അമ്മയ്ക്ക് സാക്ഷ്യം പറയുമെന്ന് പറഞ്ഞു. ഇന്നലെ ഉച്ചയ്ക്ക് 1 മണിയോടുകൂടി എൻ്റെ ഫോണിലേക്ക് മെയിൽ വന്നു, നിങ്ങൾക്ക് ടിക്കറ്റ് റെഡി ആയിട്ടുണ്ട്. മാർച്ച് 2-ാം തീയതി 4 മണിയുടെ ഫ്ലൈറ്റിന് ഞാൻ ഖത്തറിലേക്ക് പോവുകയാണ്. നിസ്സാരമായിട്ടുള്ള ഖത്തർ മിനിസ്ട്രിയിലേക്കാണ് എനിക്ക് ജോലി കിട്ടിയിരിക്കുന്നത്. അത് അമ്മ മാതാവിൻ്റെ ഇടപെടലാണ്. ഇത്രയും കാലതാമസത്തിനിടയിൽ, അതായത് ഞാൻ പഠിച്ചിറങ്ങിയിട്ട് കുറേ വർഷമായി. ഇതിൻ്റെ ഇടയിൽ ഞാൻ പലതവണ പല ജോലികളും ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്, ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഒന്നും എനിക്ക് ഫലവത്തായി കിട്ടിയിട്ടില്ല. പക്ഷേ ഇത് ഒരു വളരെ സമയ ചുരുക്കത്തിനുള്ളിൽ മാതാവിൻ്റെ അടുത്ത് വന്നതിന് ശേഷം മാതാവ് തന്നൊരു അനുഗ്രഹം മാത്രമാണ്. 100% ഞാൻ വിശ്വസിക്കുകയാണ് ഇത് മാതാവിൻ്റെ അനുഗ്രഹമാണ്. ഈ ജോലിയിൽ എന്നും ഞാൻ ഈ മാതാവിനോട് കടപ്പെട്ടിരിക്കും. എൻ്റെ ജീവിതം മുഴുവനും മാതാവിനോടുള്ള സ്നേഹത്തിലും മാതാവിനോടുള്ള കടപ്പാടിലും മാത്രമായിരിക്കും ഇനി എൻ്റെ ജീവിതം മുമ്പോട്ട് പോകുന്നത്. എന്നും മാതാവിനെ അനുസരിച്ച് മുമ്പോട്ട് ജീവിക്കാനുള്ള എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ പ്രാർത്ഥനയോടും കൂടിയായിരിക്കും എൻ്റെ ഇനി മുമ്പോട്ടുള്ള ജീവിതങ്ങൾ. അതുകൊണ്ട് ഇത്രയൊക്കെ ഇത് ഒരുപാട് എനിക്ക് പറയാനുണ്ട്, ഒത്തിരി കാര്യങ്ങൾ. അതുപോലെ തന്നെ എനിക്ക് രോഗസൗഖ്യത്തെപ്പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് വളരെ കൊച്ചിൽ ഏകദേശം ഒരു 18 വയസ്സായപ്പോഴത്തേക്ക് എൻ്റെ ചെവിയിൽ എന്തോ ഞാൻ അശ്രദ്ധമായി എടുത്തിട്ട് എൻ്റെ ചെവിയിൽ ഒരു ഇഞ്ചുറി ഉണ്ടായി, ഒരു ഹോൾ ഉണ്ടായി. അതിൽ നിന്ന് നിരന്തരം എപ്പോഴും ചൊറിച്ചിലും വേദനയും പഴുപ്പും വന്നുകൊണ്ടിരുന്നത്. അതിന് എല്ലാ വർഷവും 1-2 പ്രാവശ്യം ENT കാണുകയും ആൻറ്റിബയോട്ടിക് എടുക്കുകയും ഇറിഗേഷൻ വരെ ചെയ്ത് വളരെ ബുദ്ധിമുട്ട് IV ആൻറ്റിബയോട്ടിക്കൊക്കെ എടുക്കേണ്ട അവസ്ഥ എനിക്ക് വന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ നിയോഗം ഇവിടെ വന്ന് പറഞ്ഞപ്പം വെച്ച കൂട്ടത്തിൽ ആദ്യം വെച്ചതാണ് എൻ്റെ രോഗസൗഖ്യത്തെപ്പറ്റി. കാരണം ഞാൻ ഇത്രയും വർഷമായിട്ട് അനുഭവിക്കുന്ന എൻ്റെ ചെവിയുടെ ബുദ്ധിമുട്ട് ഡോക്ടർമാരെ കാണിക്കും. ഡോക്ടർ പറയും പനി വരരുത്, ബുദ്ധിമുട്ട് വരരുത്, വന്നാലുടൻ തന്നെ ചെവിയിൽ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും. പക്ഷേ ഈ ഓപ്പറേഷൻ എന്ന് പറയുന്നത് എത്ര ചെയ്താലും സക്സസ് ആകത്തില്ല എന്നുള്ള കാര്യത്തിൽ
എനിക്കും ഒരു നേഴ്സ് എന്ന നിലയിൽ എനിക്ക് അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഓപ്പറേഷനെ പറ്റി ഒന്നും ഒരു ഓപ്പറേഷൻ പോലും ചെയ്യാതെ എൻ്റെ ചെവിക്ക് പൂർണ്ണമായിട്ടും സൗഖ്യം തരണമെന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. എൻ്റെ ഉടമ്പടിക്ക് ശേഷം ഇന്നേ വരെ എനിക്കൊരു ENT കാണേണ്ട വരികയോ എൻ്റെ ചെവിയിൽ നിന്നും ഒരു പഴുപ്പോ വെള്ളമോ വരികയോ എൻ്റെ ചെവിക്കൊരു ബുദ്ധിമുട്ടുണ്ടാവുകയോ ഇതുവരെ ചെയ്തിട്ടില്ല. അതെല്ലാം എൻ്റെ മാതാവിൻ്റെ ഇടപെടൽ നിമിത്തമാണ്. അതെനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. ഇനിയാണെങ്കിലും എൻ്റെ ആരോഗ്യത്തിനാണെങ്കിലും എൻ്റെ എല്ലാം ശാരീരികവും മാനസികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും എൻ്റെ അമ്മ മാതാവ് പൊന്നുപോലെ കാത്തോളണമെന്ന് എനിക്ക് 100% ഉറപ്പാണ്. കാരണം എൻ്റെ നടപ്പിലും എടുപ്പിലും എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. ഞാൻ എന്ത് മനസ്സുകൊണ്ടെങ്കിലും ശകലം പോലും വിഷമിക്കുന്ന എന്തെങ്കിലും സാഹചര്യം ഉണ്ടായിട്ടുണ്ട്, അമ്മ മാതാവ് അവിടെ പ്രത്യക്ഷപ്പെടും. അമ്മ മാതാവ് എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യും. എല്ലാ ഭാഗത്തും എനിക്ക് ഒരുപാട് സംരക്ഷണം എൻ്റെ മാതാവ് തരുന്നുണ്ട്. എനിക്ക് അങ്ങോളം അതുണ്ടാകുമെന്ന് എനിക്ക് 100% ഉറപ്പാണ്. അതുപോലെ തന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനം പത്രം കൊടുക്കുന്നുണ്ട്. ഞാനൊരു പാലിയേറ്റീവ് നേഴ്സാണ്. അതുകൊണ്ട് തന്നെ ഫീൽഡ് വിസിറ്റാണ് കൂടുതലും. നമ്മൾ ഫീൽഡിന് ചെല്ലുന്ന സമയത്ത് നമുക്ക് തന്നെ മനസ്സിലൊരു തോന്നലുണ്ടാകും, ഇവർക്ക് ഈ പത്രത്തിൻ്റെ മാതാവിൻ്റെ അനുഗ്രഹത്തിൻ്റെ ആവശ്യമുണ്ട്. എല്ലാവർക്കും ഒന്നും കൊടുക്കാറില്ല, പക്ഷേ നമ്മൾ കണ്ടറിഞ്ഞ് പിന്നെ ഞാൻ എൻ്റെ അനുഭവങ്ങൾ അവരോട് പങ്കുവെക്കും. അതുപോലെ തന്നെ ഞാൻ അവർക്ക് പത്രം കൊടുക്കും, മാതാവിനെ പറ്റി പറയും. അതുകൊണ്ട് സ്റ്റാറ്റസ് വെക്കാറുണ്ട്. സ്റ്റാറ്റസ് വെക്കുമ്പോൾ പലരും എന്നോട് ഇതിനെപ്പറ്റി അന്വേഷിക്കും. അപ്പം ഞാൻ എൻ്റെ അനുഭവങ്ങളെല്ലാം അവരോട് പങ്കുവെക്കാറുണ്ട്. കാരുണ്യ പ്രവർത്തനങ്ങൾ ഫിനാൻഷ്യലി ബുദ്ധിമുട്ടുള്ള ആൾക്കാരെ നമ്മുടെ സാമ്പത്തികം അനുസരിച്ച് എല്ലാം നമ്മുടെ കയ്യിലുള്ള അനുസരിച്ച് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് ധനസഹായം ചെയ്തു കൊടുക്കാറുണ്ട്. എനിക്ക് ഇങ്ങനെ ഇത്രയേറെ അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിനും തിരുക്കുമാരനും അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ ആൾത്താരയിൽ മൂന്നാമതും സാക്ഷ്യം പറയുവാൻ അവസരം തന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി. എൻ്റെ പേര് റെജി, സെൻറ് തോമസ് ചർച്ച് പള്ളാതുരുത്തി ആലപ്പുഴയിൽ നിന്ന് വരുന്നു. ഞാൻ ജനുവരി 2022 ആദ്യമായി ഉടമ്പടി എടുത്തതാണ്. എനിക്ക് ഒത്തിരി ഭൗതിക കാര്യങ്ങൾ പരിശുദ്ധ അമ്മ ഈശോ വഴി സാധിച്ചു തന്നിട്ടുണ്ട്. അതിനേക്കാൾ ഉപരി എനിക്കിപ്പോൾ സാക്ഷ്യം പറയാനുള്ളതെന്ന് പറയുന്നത് ഭൗതിക കാര്യങ്ങളെക്കാൾ ഉപരി ആത്മീയ കാര്യങ്ങളിൽ ഉടമ്പടി എടുത്തതിന് ശേഷം പരിശുദ്ധ അമ്മ എന്നെ ഒരുപാട് സഹായിച്ചു. കാരണം ഞാൻ 23 വർഷം പട്ടാളത്തിൽ സർവീസ് ചെയ്തിരുന്നു. അതിനുശേഷം ഇപ്പോൾ മർച്ചൻ്റ് നേവിയിൽ സെക്യൂരിറ്റി ഓഫീസറായി ജോലി ചെയ്യുന്നു. ഞാൻ മദ്യം കഴിക്കുമായിരുന്നു. സർവ്വവിധ ദുശീലങ്ങൾക്കും ദുർഗുണങ്ങളോടും കൂടിയൊരു മനുഷ്യനായിരുന്നു. പക്ഷേ പരിശുദ്ധ അമ്മ എന്നെ ഉപദേശിച്ച് തെറ്റായ മാർഗത്തിൽ നിന്ന് പിന്തിരിപ്പിച്ച് വിശുദ്ധ ജീവിതം നയിച്ചു. എല്ലാ ദിവസവും പരിശുദ്ധ കുർബാനയിൽ ബലിയർപ്പിക്കുന്നതിനും ആഴ്ചകളിൽ അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോഴത്തേക്ക് കുമ്പസാരിക്കാൻ സാധിക്കുന്നു, ബൈബിൾ വായിക്കാൻ സാധിക്കുന്നു, വിശുദ്ധ ജീവിതം നയിക്കുവാൻ സാധിക്കുന്നു. അത് എൻ്റെ കഴിവുകൊണ്ടൊന്നുമല്ല, പരിശുദ്ധ അമ്മ ഈശോയിൽ നിന്ന് എനിക്ക് വാങ്ങിത്തന്ന അനുഗ്രഹങ്ങൾ കൊണ്ട് മാത്രമാണ്. കാരണം എന്നെക്കൊണ്ട് സാധിക്കുന്നതല്ല ഈ പാവ സാഹചര്യങ്ങളിൽ നിന്നെല്ലാം വിട്ടുനിൽക്കുക എന്നുള്ളത്. മാതാവിനോട് ഞാൻ പറഞ്ഞിരുന്നു ഇനി ഒരിക്കലും മദ്യം കഴിക്കില്ല. എങ്കിലും എനിക്ക് ഒരു പരീക്ഷണം ഉണ്ടായി. എനിക്ക് ക്യാൻറ്റീനിൽ നിന്ന് 18 രൂപ മദ്യം കിട്ടും. ഒരു പ്രാവശ്യം ഞാൻ ക്യാൻറ്റീനിൽ പോയപ്പോഴത്തേക്ക് മദ്യം കഴിക്കുന്നില്ലെങ്കിലും അത് വാങ്ങി വിൽക്കാമെന്ന് വിചാരിച്ച് ഞാൻ വാങ്ങിച്ചു. അത് വീട്ടിൽ കൊണ്ടുവച്ചു. പക്ഷേ എനിക്കറിയില്ലായിരുന്നു ഇത് പാപമാണെന്നുള്ളത്. ഞാൻ മർച്ചൻ്റ് നേവിയിൽ ലീവിന് വന്നു കഴിഞ്ഞാൽ 1 മാസം അല്ലെന്നുണ്ടെങ്കിൽ 2 മാസത്തിനുള്ളിൽ തിരിച്ച് റീജോയിനിങ് ചെയ്യുന്നതാണ്. പക്ഷേ ഈ മദ്യം വാങ്ങിച്ച് വീട്ടിൽ വെച്ചതിന് ഞാനത് മറക്കുകയും ചെയ്തു, ഇന്ന സാധനം വീട്ടിലിരിക്കുന്നു എന്നുള്ള കാര്യം. അതിൻ്റെ ഫലമായി ഞാൻ 18 കുപ്പി വാങ്ങിച്ച് 18 മാസം എനിക്ക് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഇതിനിടയ്ക്ക് പല പ്രാവശ്യം കമ്പനി വിളിച്ച് പറയുന്നുണ്ട് ടിക്കറ്റ് അടുത്ത ആഴ്ച അയക്കും. അങ്ങനെ തടസ്സങ്ങൾ നേരിട്ടപ്പോൾ ഞാനിവിടെ വന്ന് നമ്മുടെ ബ്രദർ വിജയകുമാർ സാറിനെ കണ്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ സാറിൻ്റെ അടുത്ത് പറഞ്ഞു എല്ലാം ശരിയാവുമെന്ന്. പക്ഷേ ഈ 18 മാസം കഴിഞ്ഞപ്പോൾ ഈ മദ്യം എൻ്റെ വീട്ടിൽ നിന്ന് നീങ്ങിപ്പോയി. അതിൻ്റെ പിറ്റേ ദിവസം എനിക്ക് ടിക്കറ്റ് വരികയും എനിക്ക് ജോലിക്കുള്ള എല്ലാ തടസ്സങ്ങളും മാറിക്കിട്ട് ജോലിക്ക് പോകുവാനും സാധിച്ചു.
അപ്പോൾ ടിക്കറ്റ് വന്നപ്പോൾ ഞാനിവിടെ വന്ന് അമ്മയോട് മാപ്പ് പറഞ്ഞിട്ടാണ് പോയത്. അപ്പോൾ എനിക്ക് നേരത്തെ ഈ ജോലിയിൽ വെടി കൊണ്ടിട്ടുണ്ടായിരുന്നതുകൊണ്ട് എനിക്കൊരു ധൈര്യക്കുറവ്. അപ്പോൾ ഞാൻ അൾത്താരയിൽ നിത്യാരാധനയിൽ പോയി പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് പറഞ്ഞു, നീ വചനം തുറന്ന് വായിക്കുന്നു. ഞാൻ വചനം തുറന്നപ്പോഴത്തേക്ക് എനിക്ക് 91 സങ്കീർത്തനമാണ് കിട്ടിയത്. 91 സങ്കീർത്തനം വായിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് വലിയൊരു ശക്തി കിട്ടി. പിന്നെ ഞാൻ സന്തോഷത്തോടെ പോയി. 6 മാസത്തെ കോൺട്രാക്റ്റാണ് പോയെ. 8 മാസം കംപ്ലീറ്റ് ചെയ്ത് ഒരു കുഴപ്പവും കൂടാതെ തിരിച്ചു വരാൻ സാധിച്ചു. ഞാൻ 2 ദിവസമേ ആയുള്ളൂ വീട്ടിൽ വന്നിട്ട്. അമ്മയുടെ വന്ന് അമ്മ ചെയ്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുക എന്നതായിരുന്നു എൻ്റെ ആദ്യത്തെ ഉദ്ദേശം തന്നെ. പിന്നെ എൻ്റെ ജീവിതത്തിൽ പല പ്രതിസന്ധികളും ഉണ്ടായി. അപ്പോഴത്തേക്ക് എനിക്ക് 1 പത്രോസ് 5:6 വചനം എൻ്റെ ജീവിതത്തെ കൂടുതൽ അനുഗ്രഹപ്രദമാക്കുകയും എല്ലാ തടസ്സങ്ങളും മാറിക്കിട്ടുന്നതിനും അത് സഹായിച്ചു. അത് നിങ്ങൾക്കും ഉപകരിക്കുമെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് ഞാനിവിടെ അത് ആവർത്തിക്കുകയാണ്. ദൈവത്തിൻ്റെ ശക്തമായ കരത്തിന് കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ. അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. നിങ്ങളുടെ ഉത്കണ്ഠതകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ. അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധയാലുവാണ്. ഈ വചനം എൻ്റെ ജീവിതത്തിൽ കൂടുതൽ ഫലവത്താകുകയും അനുഗ്രഹമാകുകയും ചെയ്തു. പിന്നെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയാനായിട്ട് ഞാൻ ഇവിടുന്ന് പോകുമ്പോഴത്തേക്ക് 4 ഭാഷകളിൽ പത്രം വാങ്ങിച്ചുകൊണ്ട് പോകും. ഫിലിപ്പിൻ, തമിഴ്, ഇംഗ്ലീഷ്, മലയാളം. ഞാൻ എൻ്റെ അനുഭവം പറഞ്ഞ് ഓരോരുത്തർക്കും മറ്റ് കൺട്രിയിലുള്ളവർക്കും കൊടുക്കുമായിരുന്നു. പക്ഷേ അപ്പോൾ എൻ്റെ ഈ കമ്പനി ഗ്രീസാണ്. ഗ്രീക്കിലെ പലരുടെയും കൂടെ ഞാൻ ജോലി ചെയ്യുന്നത്. അവർ പറഞ്ഞു, നീ ഇങ്ങനെ റിലിജ്യൻ പറഞ്ഞ് നടന്നു കഴിഞ്ഞാൽ നിൻ്റെ ജോലി പോകുന്നു. പക്ഷേ ഞാനത് കേട്ടെങ്കിലും അത്ര സീരിയസ് ആയിട്ട് എടുക്കാതെ ഞാൻ എല്ലാവർക്കും ഇവിടുന്ന് കൊണ്ടുപോയ പത്രം എൻ്റെ അനുഭവം പറഞ്ഞ് എല്ലാവർക്കും കൊടുത്തു. അതുവഴി പലരും ഇവിടെ വന്ന് കൃപാസനത്തിൽ വന്ന് അനുഗ്രഹം പ്രാപിച്ച് സാക്ഷ്യം പറയുകയും ചെയ്തു. അതിന് ഈശോയ്ക്കും അമ്മയ്ക്കും ഒരുപാട് നന്ദി. പിന്നെ ഇതുകൂടാതെ ഞാൻ ഈ വൃദ്ധമന്ദിരത്തിൽ അരിയും വസ്ത്രങ്ങളും വാങ്ങിച്ചു കൊടുക്കുമായിരുന്നു. പിന്നെ ഉപ്പ്, ഞങ്ങൾ പോയ ഒരു ഷിപ്പിൽ ഭയങ്കര മൂട്ടയായിരുന്നു. അപ്പോഴത്തേക്ക് ഞങ്ങൾക്കവിടെ ഉറങ്ങാനോ ഒന്നും സാധിക്കത്തില്ല. മൂട്ട ശരീരത്തോട് കയറി ഓടുകയും കടിക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ചൊറിച്ചിൽ കാരണം ഉറങ്ങാൻ പറ്റില്ല. അപ്പോൾ ഞാൻ വിശ്വാസപ്രാണം ചൊല്ലി, കൃപാസന പ്രസിദ്ധീകരണ പ്രാർത്ഥന ചൊല്ലി, അത് കഴിഞ്ഞിട്ട് ഉപ്പ് 4 വശവും കട്ടിലിൻ്റെ ഇട്ടു. അതിനുശേഷം പിന്നെ ഒരു മൂട്ടയുടെ ശല്യവും ഉണ്ടായിട്ടില്ല. പിന്നെ അതുകൊണ്ട് എന്നെ കേൾക്കുന്ന നിങ്ങളോട് പറയാനുള്ളത്, പാപവസ്തുക്കൾ നമ്മുടെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് തടസ്സം നേടും. അനുഗ്രഹത്തിന് പകരം അത് ശാപമായി മാറും. അതുകൊണ്ട് പാപവസ്തുക്കൾ നമ്മുടെ വീടുകളിൽ സൂക്ഷിക്കരുതെന്നാണ് നിങ്ങളോടുള്ള എൻ്റെ റിക്വസ്റ്റ്. പിന്നെ അമ്മയോടും ഈശോയോടും എനിക്ക് ജീവിതാവസാനം വരെയും ഉടമ്പടിയിൽ നിലനിൽക്കാനുള്ള കൃപ തരണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, പിന്നെ എനിക്ക് നേരത്തെ ഞാൻ എൻ്റെ സുഖത്തിനും എൻ്റെ ഇഷ്ടത്തിനും വേണ്ടിയാണ് ജീവിച്ചിരുന്നത്. ഇപ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും മറ്റുള്ളവർ ചെയ്ത തെറ്റുകൾ ക്ഷമിക്കാനും സാധിക്കുന്നുണ്ട്. പിന്നെ മറ്റുള്ളവരെ സഹായിക്കാൻ സാധിക്കുന്നു, അവരെ സ്നേഹിക്കാൻ സാധിക്കുന്നു. എല്ലാ അനുഗ്രഹം നൽകിയ ഈശോയ്ക്കും മാതാവിനും കോടാനുകോടി നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ കൃപാസന മാതാവിന് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ 1000 നന്ദി. അമ്മയുടെ പ്രത്യക്ഷീണ സാക്ഷിയാക്കി ഞങ്ങളുടെ കുടുംബത്തെ ഉയർത്തിയതിന് 1000 ഞങ്ങൾ നന്ദി പറയുന്നു. എൻ്റെ പേര് മേരി ജോയൽ. ഞാൻ എറണാകുളത്ത് നിന്ന് വരുന്നു. ഇടവക ചാത്തിയാത്ത് മൗണ്ട് കാർമൽ ചർച്ച്. ഞാൻ ഉടമ്പടി ആദ്യമായി എടുത്തത് ഏപ്രിൽ 23, 2022 അതിന് മുന്നേ 2020 മുതൽ ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്ത് ഉടമ്പടി ജീവിതമാണ് നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏകദേശം 6 കൊല്ലത്തോളമായി ഇപ്പോൾ ഒരു ഉടമ്പടി ജീവിതമാണ് ഞാൻ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ അടുത്ത കാലത്ത് എനിക്ക് ലഭിച്ച ഇതിപ്പോൾ അൾത്താരയിൽ സാക്ഷ്യം പറയാൻ മാതാവ് എനിക്ക് അവസരം നൽകുന്നത് ഇത് 4ാം തവണയാണ്. 15 തവണ എനിക്ക് ഉടമ്പടി പുതുക്കാനും മാതാവ് അനുഗ്രഹിച്ചു. കഴിഞ്ഞ കൊല്ലം 2025 സെപ്റ്റംബർ 8 എനിക്ക് ലഭിച്ച 2 വലിയ അനുഗ്രഹങ്ങളാണ് ഞാൻ ആദ്യമേ സാക്ഷ്യം. മാതാവിൻ്റെ ദിവസം എനിക്ക് മാതാവ് ചെയ്തു തന്ന വലിയ 2 കാര്യങ്ങളാണ് സാക്ഷ്യപ്പെടുത്താനാണ് ഞാൻ ഇപ്പോൾ അൾത്താരയിൽ നിൽക്കുന്നത്. ഒന്നാമത്തെ കാര്യം എൻ്റെ ഫാദറിന് കിട്ടിയ സൗഖ്യമായിരുന്നു. സെപ്റ്റംബർ 8 എൻ്റെ ഡാഡി ആ ദിവസം അഡ്മിറ്റഡ് ആയിരുന്നു ഹോസ്പിറ്റലിൽ. ഡയബറ്റീസ് ഫുഡ്
ഇൻഫെക്ഷൻ ആയത് കാരണം ഡാഡി ഹോസ്പിറ്റലിൽ ആ ദിവസം അഡ്മിറ്റഡ് ആയിരുന്നു. ഡാഡിയുടെ ഇൻഫെക്ഷൻ ഒരു രീതിയിലും കുറയുന്നില്ലായിരുന്നു. ആദ്യം ഇഞ്ചക്ഷൻ ചെയ്തു, പിന്നീട് ട്രിപ്പിട്ടു, ആൻറ്റിബയോട്ടിക്സ് ട്രിപ്പിട്ടു, എന്ത് ചെയ്തിട്ടും ഇൻഫെക്ഷൻ ഒട്ടും കുറയുന്നില്ല. അപ്പോൾ ഡോക്ടേഴ്സിന് ഒന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു. ഡാഡി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി എന്നറിഞ്ഞപ്പോൾ മുതൽ തന്നെ എനിക്ക് മനസ്സിൽ അച്ഛൻ, ഇവിടുത്തെ ജോസഫ് അച്ഛൻ നമ്മുടെ ഓൺലൈൻ റിട്രീറ്റിൽ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ് ഓർമ്മ വന്നത്. കാരണം കൃപാസനത്തിൽ 2004 മാതാവ് പ്രത്യക്ഷപ്പെട്ടതല്ല, പ്രത്യക്ഷപ്പെടുത്തിയതാണ്. ഇവിടുത്തെ ജപമാല അത്രയും 1 കൊല്ലം നീണ്ടു നിന്ന അഖണ്ഡ ജപമാലയുടെ അവസാനമായിരുന്നു മാതാവ് പ്രത്യക്ഷപ്പെട്ടത്. അപ്പോൾ എനിക്ക് ആ സമയത്ത് ആ പ്രസംഗമാണ് ഓർമ്മ വന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഡാഡിയുടെ കാലിൽ ഇൻഫെക്ഷൻ ഇത് കുറയുന്നില്ലെങ്കിൽ ഡോക്ടേഴ്സിനും ഒന്നും ചെയ്യാൻ പറ്റില്ല, കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഇനി അവസാനത്തെ ഒരു ആയുധമായിട്ട് ഞാൻ തീരുമാനിച്ചു, എന്നാൽ ഇനി 1000 മണി ജപമാല ഞാൻ ഡാഡി അഡ്മിറ്റായ അന്ന് മുതൽ ഞാൻ ചൊല്ലാൻ തുടങ്ങി. ഡാഡിയുടെ അടുത്ത് നിന്ന് ബെഡിൻ്റെ അടുത്തിരുന്ന് ഡാഡിയുടെ കയ്യിൽ എൻ്റെ ഉടമ്പടി കാശുരൂപം വെച്ച് കൊടുത്ത്, ഉടമ്പടി തൈലം ഡാഡിക്ക് പുരട്ടി കൊടുത്ത്, ഞാനായിരുന്നു ബൈസ്റ്റാൻഡർ. ഞാൻ ഡാഡിയുടെ അടുത്തിരുന്ന് 1000 മണി ജപമാല ചൊല്ലാൻ തുടങ്ങി. അങ്ങനെ 4 ദിവസം കണ്ടിന്യൂസ്ലി ചൊല്ലി. എന്നിട്ട് 5-ാം ദിവസം പ്രത്യക്ഷീകരണ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ മാതാവിനോട് പ്രാർത്ഥിച്ചു. ഇപ്പം 5-ാം ദിവസമായി ഇൻഫെക്ഷൻ ഒട്ടും കുറവില്ല, ഇങ്ങനെ പോയാൽ എന്ത് ചെയ്യും? അപ്പോൾ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ബൈബിൾ തുറന്നപ്പോൾ എനിക്ക് കിട്ടിയ വചനം 2 കൊറിന്ത്യൻസ് 13:1 അതായത് ഇത് മൂന്നാം തവണയാണ് ഞാൻ നിങ്ങളെ സന്ദർശിക്കാൻ വരുന്നത്. 2-3 പേരുടെ മൊഴിയിൽ ഏതു കാര്യം സ്ഥിരീകരിക്കപ്പെടേണ്ടിയിരിക്കുന്നു എന്നുള്ള വചനമാണ് കിട്ടിയത്. എനിക്കപ്പോൾ തന്നെ എനിക്ക് ആ വചനത്തിൻ്റെ അർത്ഥം മനസ്സിലായി. കാരണം എൻ്റെ ഫാദറിന് ഇങ്ങനെ ഡയബറ്റീസ് ഫുഡ് ഇൻഫെക്ഷൻ വരുന്നത് 3-ാം തവണയാണ്. ആദ്യത്തെ 2 തവണയും മരുന്ന് കൊണ്ടും ഇഞ്ചക്ഷൻ കൊണ്ടും ശരിയായി. ഇത് 3-ാം തവണയാണ് ഇതിങ്ങനെ ക്രിട്ടിക്കൽ ആവുന്നതും ആശുപത്രിയിൽ അഡ്മിറ്റ് ആവുന്നതും ഒരു രീതിയിലും ഇൻഫെക്ഷൻ കുറയാതെ ഇരിക്കുന്ന ഒരവസ്ഥ വന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി മാതാവ് ഈ കാര്യത്തിൽ ഇടപെട്ടു എന്ന്. അപ്പോൾ അതിനുശേഷം ഞാനന്ന് ഹോസ്പിറ്റലിൽ വരികയും മമ്മിയോട് ഈ കാര്യം പറയും. അതോടൊപ്പം തന്നെ എൻ്റെ ഒരു കസിൻ ടീന എന്ന് പറഞ്ഞ ഒരു 3rd കസിൻ, എൻ്റെ ഒരു കസിൻ അന്ന് എനിക്കൊരു സാക്ഷ്യം അയച്ചിരുന്നു. ഇതുപോലെ കാല് മൊത്തം ഇൻഫെക്ഷനായി, കാല് മൊത്തം തൊലിയെല്ലാം പോയ ഒരാളുടെ സാക്ഷ്യം എനിക്ക് അയച്ചു തന്നിരുന്നു. അത് സൗഖ്യപ്പെട്ട സാക്ഷ്യം അയച്ചു. അത് ഞാൻ എൻ്റെ മമ്മിയോട് ആ സമയം ഹോസ്പിറ്റൽ റൂമിൽ നിന്ന് പറഞ്ഞ സമയത്ത് അതിനുശേഷം എൻ്റെ ഫാദർ ഇങ്ങനെ പറഞ്ഞു, എൻ്റെ കാലയിൽ ഇപ്പോൾ ആരോ തൊടുന്നത് പോലെ തോന്നുന്നു. 5 തവണ ഡാഡിയുടെ കാലയിൽ ആരോ ഇങ്ങനെ തഴുകുന്ന പോലെ, ആ പ്രശ്നമുള്ള കാലം ആരോ തഴുകുന്നത് പോലെ 5 തവണ അനുഭവപ്പെട്ടു എന്ന് ഡാഡി പറഞ്ഞു. അപ്പോൾ തന്നെ ഞാനും മമ്മിയും ഉണ്ടായിരുന്നു. ഞങ്ങൾ 2 പേരും ഒരുമിച്ച് നിന്ന് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. ഈ ഒരു അനുഭവത്തിന് ശേഷം ഹോസ്പിറ്റലിൽ പിന്നീട് അവർ ബ്ലഡ് ചെക്ക് ചെയ്തപ്പോൾ ഡാഡിയുടെ ഇൻഫെക്ഷൻ നന്നായിട്ട് കുറഞ്ഞു എന്നുള്ള റിസൾട്ടാണ് നമുക്ക് കിട്ടിയത്. അതുവരെ ഒരു രീതിയിലും ഇൻഫെക്ഷൻ കുറയുന്നില്ലായിരുന്നു. ഈ ഒരു അനുഭവത്തിന് ശേഷം ഇൻഫെക്ഷൻ നന്നായിട്ട് കുറയുകയും ബാക്കിയുള്ള പ്രൊസീജിയേഴ്സ് അവർക്ക് ചെയ്യാൻ സാധിക്കുകയും ചെയ്തു. ഞാനപ്പോൾ മാതാവിൻ്റെ അടുത്ത് പ്രത്യേകം പ്രാർത്ഥിച്ചത്, ഡാഡി ആണെങ്കിൽ ചെറുപ്പം മുതലേ മുടങ്ങാതെ ദിവ്യബലിക്ക് പോകുന്ന ഒരു വ്യക്തിയാണ്. ഇങ്ങനെ ഇൻഫെക്ഷൻ വന്ന് കാലയിലെ വിരലൊക്കെ പോയ ഡാഡിക്ക് പിന്നെ ഓൾറെഡി ഒരു വിരൽ ഗാൻഗ്രീനായി പോയി, ബാക്കിയുള്ള വിരലും കൂടി നഷ്ടപ്പെട്ടു പോയ ഡാഡിക്ക് നടന്നു പോയി പള്ളിയിൽ വിസ്തുർബാനയ്ക്ക് പോവുകയോ വീട്ടിൽ തന്നെ ഇരുന്ന് പോകേണ്ട ഒരു അവസ്ഥ വരും. അങ്ങനെ ഒരു അവസ്ഥ ഡാഡിക്ക് വരല്ലേ എന്ന് നിയോഗമാണ് ഞാൻ മുട്ടിപ്പായി പ്രാർത്ഥിച്ചത്. അത് മാതാവ് പ്രാർത്ഥന കേൾക്കുകയും ഡാഡിക്ക് സൗഖ്യം കൊടുക്കുകയും ഇപ്പോൾ പ്രൊസീജിയറൊക്കെ കഴിഞ്ഞ് 6 മാസം ഡോക്ടർ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞുവെങ്കിലും 3 മാസം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഡാഡിയോട് പറഞ്ഞു നമുക്ക് ഞായറാഴ്ച വിസ്തുർബാനയ്ക്ക് പോകാം. ഡോക്ടർ ഒട്ടും പുറത്ത് പോകണ്ടെന്നാണ് പറഞ്ഞത്, എങ്കിലും ഞാൻ ഡാഡിക്ക് കോൺഫിഡൻസ് കൊടുക്കും, ഇൻഫെക്ഷനൊന്നും ആവില്ല, നമുക്ക് കുർബാനയ്ക്ക് പോകാം. അങ്ങനെ ഡാഡിയായിട്ട് ഞാൻ വിസ്തുർബാനയ്ക്ക് ദീപികാരുണ്യം സ്വീകരിക്കാൻ ഡാഡിയെ പ്രത്യേകം കൊണ്ടുപോവുകയും അതോടൊപ്പം തന്നെ ഇവിടെ December 7 മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ ദിവസം അന്നൊന്നും ഡാഡിയുടെ കാല് ശരിക്കും ഉണങ്ങിയിട്ടില്ലായിരുന്നു ആ പ്രൊസീജിയർ കഴിഞ്ഞിട്ട്. പക്ഷേ എന്നാലും നമുക്ക് മാതാവിലുള്ള വിശ്വാസം കാരണം നമ്മളെല്ലാവരും കുടുംബത്തോടെ വരികയും ഡാഡിയും ക്യൂവിൽ 5.5 മണിക്കൂർ ക്യൂ നിന്ന് മാതാവിനെ മുത്തി നമ്മൾ പ്രാർത്ഥിച്ചിട്ട് പോവുകയും ചെയ്തു. ഇപ്പോൾ ഡാഡിയുടെ കാല് പൂർണ്ണമായിട്ടും സൗഖ്യമായി. ഡാഡി ഇപ്പോൾ വളരെ നോർമലായി എല്ലാ ദിവസവും വിസ്തുവ കുർബാനയ്ക്ക് ഒരു 1/2 മണിക്കൂറോളം നടന്നാണ് പോകുന്നത്. യാതൊരു കുഴപ്പവുമില്ല. മാതാവിന് 1000 നന്ദി പറയുന്നു. രണ്ടാമത്തെ സാക്ഷ്യം എനിക്ക് അന്നേ ദിവസം തന്നെ എനിക്ക് എൻ്റെ ഓഫീസിൽ എനിക്ക് ലഭിച്ച വലിയൊരു അനുഗ്രഹമാണ്. കാരണം അന്നേ സമയം ഞങ്ങളുടെ കമ്പനി ലേ ഓഫ് പ്രഖ്യാപിച്ചിരുന്നു. കറക്റ്റ് ആ സമയത്താണ് ഞാൻ വർക്ക് ചെയ്തിരുന്ന വർക്ക് അതൊരു നോർമലി ആ പ്രോജക്റ്റ് വർക്ക് നോർമലി തീർന്നു. അത് ഓഗസ്റ്റ് മാസത്തോടെ നമ്മൾ ഓൾറെഡി നമ്മളെ ആ പ്രൊജക്റ്റിൽ നിന്ന് റിലീസ് വരുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതാണ്. പക്ഷേ ആ സമയം കമ്പനി ലേ ഓഫ് പറഞ്ഞപ്പോൾ ആ സമയത്ത് ബെഞ്ചിൽ പോയ എനിക്ക് ആകെ പ്രശ്നമാണ്. കാരണം
ലേ ഓഫ് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പുതിയ പ്രോജക്റ്റ് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ മാതാവിനോട് ഞാൻ പ്രത്യേകം പ്രാർത്ഥിച്ചു. അതോടൊപ്പം തന്നെ അച്ഛൻ ധ്യാനപ്രസംഗത്തിൽ പറഞ്ഞ കാര്യം എനിക്ക് ഓർമ്മ വന്നു. നീരാഞ്ജനം ചെയ്ത് ദൈവത്തിന് സമർപ്പിച്ചതെല്ലാം ദൈവത്തിൻ്റേതാണ്, ദൈവത്തിൻ്റെ എല്ലാം ദൈവജനത്തിൻ്റേതാണ്. അപ്പോൾ ആ ഒരു വിശ്വാസത്തോടെ ഞാൻ അവിടെ എല്ലാം ഒപ്പിട്ട് പ്രാർത്ഥിച്ചു, മാതാവി ഈ കമ്പനിയിൽ നിന്ന് എന്നെ പിരിച്ചുവിടുന്നവരുടെ കൂട്ടത്തിൽ എൻ്റെ പേരൊന്നും വരല്ലേ, എന്നെ കാത്തുകൊള്ളണേ എന്ന് പ്രാർത്ഥിച്ചു. കാരണം ഞാൻ പൂർണ്ണമായി വിശ്വസിച്ച് ആ ജോലി എനിക്ക് നൽകിയത് ദൈവമാണ്. അപ്പോൾ ദൈവം അറിയാതെ എന്നെ ആ കമ്പനിയിൽ നിന്ന് ആർക്കും പിരിച്ചുവിടാൻ പറ്റില്ല എന്നുള്ള വിശ്വാസത്തോടെ ഞാൻ പ്രാർത്ഥിച്ചു. അപ്പോൾ ഈ സെപ്റ്റംബർ 8 വൈകുന്നേരം ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. പൊതുവെ ആ സമയത്ത് മീറ്റിംഗ് ഉണ്ടാവാറില്ല. എന്തുകൊണ്ടാണ് ആ മീറ്റിംഗ് വിളിച്ചതെന്ന് എനിക്ക് അപ്പോൾ അറിഞ്ഞുകൂടായിരുന്നു. അപ്പോൾ ആ മീറ്റിങ്ങിൽ കുറച്ച് പേരെ മാത്രം വിളിച്ചിട്ട് ബാക്കിയുള്ളവർ പൊയ്ക്കോ എന്ന് പറഞ്ഞു. ആ മീറ്റിങ്ങിൽ നിന്ന് പൊയ്ക്കോളാമെന്ന് പറഞ്ഞു. അപ്പം ഓൺലൈൻ മീറ്റിംഗ് ആയിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഞങ്ങൾ പ്രൊജക്റ്റിൽ നിന്ന് റിലീസ്, കാരണം ഓൾറെഡി വർക്കൊക്കെ തീർന്നിരിക്കുകയാണല്ലോ, പ്രൊജക്റ്റിൽ നിന്ന് റിലീസ് ചെയ്യായിരിക്കും എന്ന് വിചാരിച്ച് ഇനി എന്തായാലും എന്തുപോലും വരട്ടെ എന്ന് വിചാരിച്ചു. പക്ഷേ നമുക്ക് ആ സെലക്ട് ചെയ്ത ആൾക്കാരെ മാത്രം ഒരു സേഫ് റോളിലോട്ട് അവർ മാറ്റി. അതെന്തുകൊണ്ടാണെന്ന് എനിക്കിപ്പോഴും അറിഞ്ഞുകൂടാ. കാരണം ആ മാനേജർ ഞാനുമായിട്ട് യാതൊരു വിധ പരിചയമില്ല. പുള്ളിയാണെങ്കിൽ വേറൊരു ലൊക്കേഷനിലുള്ള ഒരാളുമായിരുന്നു. ആ മാനേജറും ഞാനുൾപ്പെടെ കുറച്ച് പേരെ വേറൊരു പുതിയ റോളിലോട്ട് 2 മാസത്തേക്ക് മാറ്റി. ശരിക്കും ആ ഒരു സമയമാണ് കൂടുതൽ പ്രശ്നമുള്ള സമയം. ആ ഒരു ജോലിയൊന്നും നഷ്ടപ്പെടാതെ മാതാവ് എനിക്ക് പരിപൂർണ സംരക്ഷണം നൽകി. അതിന് ഞാൻ മാതാവിന് 1000 നന്ദി പറയുന്നു. മൂന്നാമത്തെ എനിക്ക് പറയാനുള്ള സാക്ഷ്യം എൻ്റെ മോനെ കുറിച്ചാണ്. എൻ്റെ മോൻ്റെ കണ്ണിലൊരു കുരു വന്നിരുന്നു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞിട്ടുണ്ട്, ഹസ്ബൻഡ് കുഞ്ഞിലെ കണ്ണിൽ ഇങ്ങനെ കുരു വന്നിട്ടുണ്ട്. അത് സർജറി ചെയ്ത് മാത്രമാണ് നീക്കാൻ സാധിച്ചത്. അപ്പോൾ സർജറി ചെയ്തതിന് ശേഷമാണ് ഹസ്ബൻഡിൻ്റെ കണ്ണിനും കാഴ്ചയ്ക്ക് ഇങ്ങനെ വരികയും കണ്ണാടി വയ്ക്കുകയും ചെയ്യേണ്ടി വന്നത്. അപ്പോൾ ഹസ്ബൻഡ് ഭയങ്കര ടെൻഷനായിരുന്നു, ഇത് അതേപോലത്തെ കുരുവാണെങ്കിൽ മോനും കണ്ണാടി വെക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ ഹസ്ബൻഡ് മോനെ ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോയി. അപ്പോൾ ഡോക്ടറും ഇത് തന്നെ കൺഫേം ചെയ്തു. അങ്ങനെ 2 ആഴ്ച കഴിഞ്ഞ് വരാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ 2 ആഴ്ച സമയം ഉടമ്പടി തൈലം പുരട്ടി പ്രാർത്ഥിച്ചു. ഈ ഓപ്പറേഷൻ കൂടാതെ തന്നെ മോൻ്റെ കണ്ണിലെ കുരു മാറ്റി തരണേന്ന് പ്രാർത്ഥിച്ചു. അത് വെള്ളിയാഴ്ച, അപ്പോൾ ശനിയാഴ്ചയാണ് പോകണമെങ്കിൽ വെള്ളിയാഴ്ച വരെ ആ കുരുവിന് യാതൊരു മാറ്റവും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ തോന്നി, ശനിയാഴ്ച ദിവസങ്ങളിലാണ് ഞാൻ ആ സമയത്തെല്ലാം പൊതുവെ 1000 മണി ജപമാല ചെല്ലാറ്. അപ്പോൾ ഡോക്ടറിൻ്റെ അപ്പോയിൻമെൻറ്റ് വൈകുന്നേരത്തേക്ക് ആക്കിയിട്ട് രാവിലെ 1000 മണി ജപമാല ചെല്ലാൻ മനസ്സിലൊരു പ്രേരണ തോന്നി. അത് പ്രകാരം ഞാൻ സാറ്റർഡേ രാവിലെ 1000 മണി ജപമാല ചൊല്ലി. അതിന് ശേഷം ഡോക്ടറിൻ്റെ അടുത്ത് മകനെ കൊണ്ടുപോയി. അപ്പോൾ ഡോക്ടർ ഫുൾ ചെക്കപ്പ് ചെയ്തിട്ട് പറഞ്ഞു ആ കുരു അവിടെ കണ്ണിലില്ല, ഇനി ഓപ്പറേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ എൻ്റെ മോന് തന്നെ ആദ്യം വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. കാരണം അത്രയും നേരം അവന് ടച്ച് ചെയ്ത് നോക്കുമ്പോൾ അവിടെ ഒരു കുരു ഉള്ള പോലെ അവന് തോന്നിയിരുന്നു. പക്ഷേ ഡോക്ടർ നന്നായിട്ട് ചെക്കപ്പ് ചെയ്ത് പറഞ്ഞു ആ കുരു ഇപ്പോൾ ഇല്ല, മോന് ഇനി ഓപ്പറേഷൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല എന്ന് പറഞ്ഞു. അതിന് മാതാവിന് 1000 നന്ദി പറയുന്നു. ഇനി അടുത്ത സാക്ഷ്യം എനിക്ക് പറയാനുള്ളത്, എനിക്കൊരു വണ്ടി വിൽക്കാനുണ്ടായിരുന്നു. ആ വണ്ടി ഞാൻ ഒരു 6 മാസത്തോളം ഞാൻ വിൽക്കാൻ ശ്രമിച്ചു. OLX ഇട്ടു. ഒരു കാര്യമായൊരു റെസ്പോൺസും കിട്ടിയില്ല. അപ്പോഴെല്ലാം ഞാൻ എൻ്റെ മെറിറ്റിൽ തന്നെയാണ് ആശ്രയിച്ചത്. OLX ഇട്ട് വിറ്റു പോകരുത്, ഇതിന് വേണ്ടി ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പ്രാർത്ഥിക്കേണ്ട ഒരു ആവശ്യവുമില്ല എന്നുള്ളൊരു ചിന്തയായിരുന്നു. പക്ഷേ 6 മാസം കഴിഞ്ഞിട്ടും ഒന്നും നടക്കുന്നില്ല, മര്യാദയ്ക്കുള്ളൊരു റെസ്പോൺസ് പോലും കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ ആയുധം വെച്ചു കീഴടങ്ങി. ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു, ഇനിയിപ്പോൾ ദൈവത്തിൻ്റെ ഒരു സഹായം ഇല്ലാതെ നടക്കില്ല എന്ന് എനിക്ക് ഉറപ്പായി. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, എന്നാണ് ഇനി അൾത്താരയിൽ കയറി സാക്ഷ്യം പറയാൻ എനിക്ക് ഭാഗ്യമുള്ളത്, അന്ന് ഞാൻ സാക്ഷ്യം പറഞ്ഞോളാം, ഇതൊന്ന് വിറ്റ് തരണേ എന്ന് പ്രാർത്ഥിച്ചു. ഇങ്ങനെ പ്രാർത്ഥിച്ച് വീണ്ടും ഞാൻ OLX ഒന്നും കൂടി ഇട്ടു. അതിട്ട് ഒരു 1 മണിക്കൂറിനുള്ളിൽ തന്നെ ഒരാൾ എൻക്വയറി വരികയും അന്നേ ദിവസം തന്നെ അയാൾ വന്ന് ആ വണ്ടി എടുത്തോളാമെന്ന് ഓക്കെ പറയുകയും ചെയ്തു. അപ്പോൾ എനിക്ക് ആകെ ഉണ്ടായിരുന്നൊരു ഡിമാൻഡ് RC ആ പുതിയ വാങ്ങിക്കുന്ന ആളുടെ പേരിലോട്ട് മാറ്റിയാലേ വണ്ടി കൊടുക്കുകയുള്ളൂ എന്നായിരുന്നു. അപ്പോൾ ആ ഒരു ഡിമാൻഡ് പുള്ളി അംഗീകരിച്ചു. പക്ഷേ ഉടനെ ഇത് നടത്തണമെന്ന് പറഞ്ഞു, ഇത് ട്രാൻസ്ഫർ പ്രോസസ്സ് ഇനീഷ്യേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ വീട്ടിലന്ന് ഹസ്ബൻഡ് അപ്പോൾ തലേന്നാണ് ബാംഗ്ലൂർ പോയത്. അപ്പോൾ ഇനി 1-2 ആഴ്ച കഴിഞ്ഞാലേ വരുള്ളൂ. അപ്പോൾ എനിക്ക് ആ സമയത്ത് ഇതിൻ്റെ RC ഓണർ ഞാനാണെങ്കിലും എനിക്ക് ഇതിൻ്റെ പ്രൊസീജിയേഴ്സ് ഒന്നും അത്ര വശമില്ലായിരുന്നു. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് ആകെ കൺഫ്യൂഷനായിരുന്നു. പലരോടും അഭിപ്രായം ചെയ്തപ്പോൾ ചിലർ അഗ്രിമെൻറ്റ് എഴുതി ചെയ്യാം, ചിലർ പറഞ്ഞു ആ പ്രോസസ്സൊക്കെ മാറി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാനെപ്പോഴും സംശയമുള്ളപ്പോൾ എപ്പോഴും ബൈബിളാണ് തുറക്കുന്നത്. ബൈബിൾ തുറന്ന് നോക്കി. ഇപ്പോൾ ജെറമിയ 32:14 എന്ന വചനമാണ് എനിക്ക് കിട്ടിയത്.
ആധാരം എഴുതി ആധാരത്തിൻ്റെ പകർപ്പും ഏറെ നാൾ സൂക്ഷിക്കുന്നതിന് വേണ്ടി ഒരു മൺകലത്തിൽ വെച്ച് സൂക്ഷിക്കുക എന്നുള്ളൊരു വചനമാണ്. അപ്പോൾ ആധാരം എന്നുള്ളൊരു വാക്ക് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ പണ്ടും ഈ വചനം വായിച്ചിട്ടുണ്ടെങ്കിലും നമ്മുടെ ജീവിതമായിട്ട് ആ സമയത്ത് അപ്പോൾ ബന്ധമില്ലപ്പോൾ ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടെന്ന് ചോദിച്ചപ്പോൾ ആധാരം എഴുതി സൂക്ഷിക്കുക എന്നുള്ള വചനം കിട്ടിയപ്പോൾ എനിക്കത് മനസ്സിലായി. ദൈവം മുന്നോട്ട് പോകൂ എന്നാണ് പറയുന്നതെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ അത് മുന്നോട്ട് പോവുകയും ആ കാര്യം വളരെ ഭംഗിയായിട്ട് ദൈവം നടത്തി തരികയും ചെയ്തു. സമയബന്ധിതമായി തന്നെ ഒരാഴ്ചക്കുള്ളിൽ തന്നെ പുതിയ RC ഓണറിന് പേര് മാറി കിട്ടുകയും അത് മുന്നോട്ട് പോവുകയും ചെയ്തു. ഇത് പിന്നെ ഇനിയും ഇപ്പം ഞാൻ ഇപ്പം എല്ലാ മാസവും ഞാനിവിടെ കൃപാസന പത്രം വാങ്ങി എല്ലാവർക്കും കൊടുക്കാറുണ്ട്. എല്ലാ ഭാഷയിലുമുള്ള പത്രം ഞാൻ വാങ്ങിക്കാറുണ്ട്. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി. പിന്നെ ചിലപ്പോഴും ഹിന്ദിക്കാർക്ക് പത്രം കൊടുക്കുമ്പോൾ അവർക്ക് ഹിന്ദി വായിക്കാൻ അറിഞ്ഞൂടെ, ബംഗാളി മാത്രമേ വായിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞത് കാരണം പിന്നെ ഞാൻ ഇവിടെ നിന്ന് ബംഗാളി പത്രങ്ങൾ വാങ്ങിക്കുകയും ബംഗാളികളെ കാണുമ്പോൾ അത് കൊടുക്കുകയും ചെയ്യും. ഞാനെപ്പോഴും പല ഭാഷകളുടെ പത്രങ്ങൾ എപ്പോഴും കയ്യിൽ വയ്ക്കും. കാരണം എപ്പോഴാണ് ആൾക്കാരെ കാണുന്നത്, പല ഭാഷയുള്ള ആൾക്കാരെ എപ്പോഴും നമ്മൾ കാണില്ലല്ലോ. കാണുമ്പോൾ മാതാവിനെ പറ്റി പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്ത് അവർക്ക് വായിക്കാൻ പറ്റുന്ന ഭാഷയിൽ പത്രം കൊടുക്കാറുണ്ട്. അതോടൊപ്പം തന്നെ നമുക്കൊരു വാട്സാപ്പ് ഗ്രൂപ്പ് നമ്മൾ ഫോം ചെയ്തിട്ടുണ്ട്. അത് കൃപാസനമായിട്ട് ബന്ധമുള്ള എല്ലാവരും ചേർന്നൊരു വാട്സാപ്പ് ഗ്രൂപ്പാണ്. എല്ലാ ശനിയാഴ്ചയും നമ്മൾ അതിൽ 1000 മണി ജപമാല നമ്മളെല്ലാവരും ഒരുമിച്ച് ചെല്ലുകയും മാസത്തിലൊരിക്കലും നമ്മൾ ഒരു മാനസിക ഒരു നോൺ ക്രിസ്ത്യൻ ഒരു സ്ഥാപനമുണ്ട്. അവിടെ ചെന്ന് മാനസിക രോഗികൾക്ക് ഭക്ഷണം കൊടുക്കുകയും കൂടാതെ അവിടെ ഇരുന്ന് നമ്മൾ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുകയും ചെയ്യാറുണ്ട്. ആദ്യം നമ്മൾ അവിടെ ഭക്ഷണം, ഞാനും കൃപാസനത്തിൽ ഉടമ്പെടുത്ത് വേറൊരു ആൻറ്റിയും കൂടി ഫുഡ് കൊടുക്കാൻ പോകുമ്പോൾ നമ്മൾ ഫുഡ് ആദ്യം വിളമ്പി കൊടുത്തിട്ടാണ് പോവാറ്. പിന്നെ എനിക്ക് തന്നെ അത് തോന്നി, ഇങ്ങനെ ചെയ്താൽ നമ്മുടെ കൃപാസനത്തിൻ്റെ കാര്യപ്രവൃത്തി ആവുമല്ലോ. അച്ഛൻ പറയാറുണ്ടല്ലോ, ദൈവത്തെ മഹത്വപ്പെടുത്തി ചെയ്താലേ ആവുള്ളൂ. പിന്നീടാണ് നമ്മൾ ഇങ്ങനെ അവിടെ വരാന്തയിൽ നിന്ന് ജപമാല ചൊല്ലാൻ ഉള്ള പെർമിഷൻ ആ മേലധികാരിയോട് ചോദിക്കുകയും അവർ സമ്മതിക്കുകയും നമ്മൾ എല്ലാ മാസവും ഈ ഫുഡ് കൊടുത്തതിന് ശേഷം ആദ്യം വരാന്തയിൽ നിന്ന് ജപമാല ചൊല്ലാൻ തുടങ്ങി. അതിന് ശേഷം പിന്നെ മാറി വന്ന മേലധികാരി നമുക്ക് വേണ്ടി ഒരു മുറി സജ്ജീകരിച്ചു തന്നു. സർവ്വമത പ്രാർത്ഥനാലയം പോലെ അവിടെ മാതാവിൻ്റെ ഈശോയുടെയൊക്കെ രൂപം വെച്ചൊരു മുറി സജ്ജീകരിച്ചു തന്നു. നമ്മളപ്പോൾ ഫുഡ് കൊടുത്തതിന് ശേഷം ഇപ്പോൾ മാനസിക രോഗികളും നമ്മുടെ കൂടെ വന്നിരുന്ന് കൊന്ത ചെല്ലാറുണ്ട്. അതോടൊപ്പം തന്നെ ഈ കൃപാസനത്തിൽ ഉടമ്പെടുത്തതിന് ശേഷമാണ് ഇങ്ങനെ ഗവൺമെൻറ് ഹോസ്പിറ്റലൊക്കെ വിസിറ്റ് ചെയ്യണമെന്ന് അച്ഛൻ പറയുമ്പോഴാണ് ഞാൻ അതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ച് തുടങ്ങിയത്. അങ്ങനെ നമ്മുടെ ഗവൺമെൻറ് ആശുപത്രിയിൽ പോവുകയും ആദ്യമൊക്കെ എന്ത് ചെയ്യണമെന്ന് യാതൊരു ഐഡിയ ഇല്ല. കാരണം ആദ്യമായിട്ടാണ് ഒരു ഗവൺമെൻറ് ആശുപത്രിയിൽ ചെല്ലുന്നത്. അപ്പോൾ തന്നെ മനസ്സിൽ തോന്നി ക്യാൻസർ പേഷ്യൻസിൻ്റെ വാർഡിൽ പോകാം. അങ്ങനെ ക്യാൻസർ പേഷ്യൻസിനെ കണ്ട് വേണ്ട സഹായം കൊടുക്കുകയും അങ്ങനെ തുടങ്ങി. പിന്നീട് കാരുണ്യപ്രവൃത്തി മാത്രമല്ല, ഈ ഓരോ തവണയും നമ്മൾ ഗവൺമെൻറ് ആശുപത്രിയിൽ പോയി ക്യാൻസർ പേഷ്യൻസിനെ കാണുമ്പോൾ അവർക്ക് കാരുണ്യപ്രവൃത്തി മാത്രമായിട്ടല്ല, എനിക്കതൊരു പ്രേക്ഷിത പ്രവർത്തനമായിട്ടും കൂടിയാണ് തോന്നുന്നത്. കാരണം മിക്ക ക്യാൻസർ പേഷ്യൻസും അസുഖമെല്ലാം വന്ന് അവരുടെ ഹോപ്പെല്ലാം പോയി ഇരിക്കുകയായിരിക്കും. നമുക്ക് മാതാവിന് ഈശോയെപ്പറ്റി പറയാനും അതോടൊപ്പം തന്നെ അവർക്ക് ഉടമ്പടി എടുത്തവരും ആ കൂട്ടത്തിലുണ്ടാവും. അവർക്ക് ആ ഉടമ്പടി എങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞു കൊടുക്കാനും അവർക്ക് കൂടുതൽ പ്രതീക്ഷ കൊടുക്കാനും സാധിക്കാറുണ്ട്. ഞങ്ങൾ ഇനിയും ഉടമ്പടിയിൽ തന്നെ ഉറച്ചു നിൽക്കാനും ജീവിതകാലം മൊത്തം ഉടമ്പടി ജീവിതത്തിൽ നിൽക്കാനും മാതാവിനോട് അനുഗ്രഹം ചോദിച്ചുകൊണ്ട് നിർത്തുന്നു. മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. പേര് റോഹിത് തമ്പാൻ. ഞാൻ ആലപ്പുഴ ജില്ലയിൽ ഹരിപ്പാട് നിന്നാണ് വരുന്നത്. ഞാനൊരു ഓർത്തഡോക്സ് വിശ്വാസിയാണ്. ഞാൻ 5/8/2023 ഞാൻ ഉടമ്പടി എടുക്കുന്നത്. ആദ്യമേ തന്നെ കൃപാസന അമ്മയ്ക്കും തിരുവുമാരനും കോടാനുകോടി നന്ദി. ഞാൻ 5/8/2023 ഉടമ്പടി എടുക്കുമ്പോൾ എനിക്ക് സാമ്പത്തികമായിട്ട് കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞാൻ ദുബൈയിലേക്ക് പോകാൻ എറണാകുളം ഏജൻസിയിലേക്ക് കൊടുത്തേക്കുമായിരുന്നു. അത് ഒന്നും ശരിയാകാതെ 1 വർഷമായിട്ട് ശരിയാകാതെ കിടക്കുകയായിരുന്നു. ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ട് തന്നെ എനിക്ക് സാമ്പത്തികം കൊടുത്തു തീർക്കാൻ പറ്റി. അതുപോലെ തന്നെ എന്നെ ഏജൻസിയിൽ നിന്ന് വിളിക്കുകയും ചെയ്ത് ആ കമ്പനിയിലേക്ക് പോകാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ച് അങ്ങനെ എന്നോട് ഏജൻസി ചെല്ലാൻ പറഞ്ഞ് അങ്ങനെ ഞാൻ വീണ്ടും ഞാൻ ഏജൻസി ചെന്ന് അങ്ങനെ അവർ പെട്ടെന്ന് തന്നെ മെഡിക്കൽ എടുക്കുകയും എൻ്റെ പാസ്പോർട്ട് വാങ്ങി വെക്കുകയും ചെയ്തു. അങ്ങനെ അത് കഴിഞ്ഞ് തിരിച്ചു പോന്ന്. അത് കഴിഞ്ഞ് പിന്നെ ഇതിനെക്കുറിച്ച് പിന്നൊന്നും അവരൊന്നും വിളിക്കാതെയായി. അങ്ങനെ പിന്നെ ഞാൻ വീണ്ടും ഉടമ്പടി പുതുക്കി
പുതുക്കി അങ്ങനെ ഇവിടുന്ന് പുതുക്കി വീട്ടിൽ ചെന്ന ഉടനെ അപ്പോൾ എനിക്ക് എമിഗ്രേഷൻ ക്ലിയറൻസിൻ്റെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ അത് അവർ പറഞ്ഞ് കുറച്ച് ലേറ്റാകുമെന്ന് പറഞ്ഞ്. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി വീട്ടിൽ ചെന്ന വൈകിട്ട് തന്നെ അവരെന്നെ വിളിച്ചിട്ട് പറഞ്ഞ് എമിഗ്രേഷൻ ക്ലിയറൻസ് റെഡി ആയിട്ടുണ്ട്, നിങ്ങളുടെ ഇന്ന ദിവസത്തേക്കാണ് ടിക്കറ്റ് എന്ന് എന്നോട് പറയുകയും ചെയ്ത്. അങ്ങനെ എനിക്ക് അമ്മ വഴി, കൃപാസന അമ്മ വഴി എനിക്ക് ദുബൈയിലേക്ക് പോകാനുള്ള ആ ചാൻസ് അമ്മയ്ക്ക് കോടാനുകോടി നന്ദി. അങ്ങനെ ഞാൻ ദുബൈയിലേക്ക് പോയി. അങ്ങനെ സാക്ഷ്യം പറഞ്ഞിട്ട് പോകാമെന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റില്ല. അമ്മയോട് ഞാൻ ക്ഷമ ചോദിക്കുന്നു. അങ്ങനെ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ ആർക്ക് വെൽഡിങ്ങിൻ്റെ ട്രേഡാണ് എനിക്ക്. അങ്ങനെ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പഠിച്ച ട്രേഡല്ല അവിടെ സൈറ്റിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പഠിച്ച ട്രേഡല്ല. അപ്പോൾ ഞാൻ അവിടെ ഓഫീസിൽ കയറി ഞാൻ പറഞ്ഞു, സാർ എന്നാണ് ഞാൻ ഈ ട്രേഡിലല്ല ഞാൻ വന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ മിഗ് വെൽഡിങ്ങിൻ്റെ വേക്കൻസിയാണ് കൂടുതലുള്ളത്. അപ്പോൾ എന്നോട് പറഞ്ഞ് തിരിച്ച് കയറി പൊക്കോളാൻ എന്നോട് പറഞ്ഞു. അങ്ങനെ നമ്മളിവിടുന്ന് കടമൊക്കെ എടുത്താണ് അവിടോട്ട് പോയത്. അപ്പോൾ അങ്ങനെ തിരിച്ച് കയറി വരാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ലായിരുന്നു. പലിശയ്ക്ക് പൈസയൊക്കെ മേടിച്ച് അങ്ങനെ ഏജൻസി കൊടുത്തൊക്കെയാണ് ഞാൻ അങ്ങനെ ഇവിടുന്ന് പോകുന്നത്. അങ്ങനെ എന്നാലും എനിക്കറിയത്തില്ല. എന്നാലും അവിടെ ഒരാഴ്ചത്തെ കോഴ്സ് ഞാൻ അറ്റൻഡ് ചെയ്ത് അങ്ങനെ ഞാൻ ആ മിഗ് വെൽഡിങ് ഗ്യാസ് വെൽഡിങ് ആണ്. അങ്ങനെ ഞാൻ ആ ഗ്യാസ് വെൽഡിങ് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന കൂട്ടത്തിൽ തന്നെ എനിക്ക് തലയ്ക്കകത്ത് ഭയങ്കര വേദന ഉണ്ടാവുക. അതെനിക്ക് നേരത്തെ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായതാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞാണ് അത് മറ്റേ ഗ്യാസ് വെൽഡിങ് ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. എന്നെ വെൽഡിങ്ങെ ഉപേക്ഷിക്കണമെന്ന് എന്നോട് പറഞ്ഞാണ്. അങ്ങനെ ഞാൻ പിന്നെയും ഏതായാലും അവിടെ ചെന്നതല്ല, തിരിച്ചെങ്ങനെ വരും എന്നുള്ള ഇതിൽ തിരിച്ച് വന്നാൽ ഒരുപാട് പൈസ കടങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഞാൻ വീണ്ടും ആ ഒരാഴ്ചത്തെ കോഴ്സിനെ അറ്റൻഡ് ചെയ്ത് ഞാൻ ആ മിഗ് വെൽഡിങ് തന്നെ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന കൂട്ടത്തിൽ തന്നെ കണ്ണിൽ നിന്ന് വെള്ളം എടുക്കുകയും 2 കണ്ണിൽ നിന്നും ഭയങ്കരമായിട്ട് വെള്ളം എടുക്കുകയും അത് തന്നെ തലയ്ക്കകത്ത് ഭയങ്കര വേദന. അങ്ങനെ എനിക്ക് ഡ്യൂട്ടിക്ക് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യമായി. സ്ഥിരമായിട്ട് മിക്കവാറും ഞാനങ്ങ് ലീവാകുന്ന ഒരു സാഹചര്യം വന്നു. അങ്ങനെ എന്നെ കമ്പനിയുടെ ഓഫീസിൽ വിളിച്ച് താങ്കൾ എന്താണ് ഇത്ര ലീവ് എടുക്കുന്നതെന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ ഈ പഠിച്ച വെൽഡിങ് അല്ലത്, എനിക്കിത് പറ്റുന്നില്ല, ഞാനിത് നേരത്തെ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഒരു ആക്സിഡൻ്റെ ഫലമായിട്ട് ഡോക്ടർ തന്നെ എന്നോട് പറഞ്ഞതാണ് എനിക്ക് ഈ വെൽഡിങ് ചെയ്യാൻ പാടില്ല എന്ന് ഡോക്ടർ തന്നെ എന്നോട് പറഞ്ഞതാണ്. അന്ന് ഞാൻ ആ ഓഫീസിൽ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞ് അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, വേറെ ഇവിടെ ഒരു സൈറ്റുണ്ട്, അവിടേക്ക് നിങ്ങളെ മാറ്റാമെന്ന് പറഞ്ഞു. അങ്ങനെ അങ്ങോട്ട് മാറ്റിയപ്പോഴും അവിടെ ഞാൻ പഠിച്ച വെൽഡിംഗ് ഉണ്ട്, പക്ഷേ അവിടെ ആൾ കൂടുതലാണ്. അവിടെ ആൾ കൂടുതൽ ഫില്ലായി. പിന്നെ എനിക്ക് അവിടെ കോൺക്രീറ്റിൻ്റെ കമ്പി കെട്ടുന്നതൊക്കെ ആ വർക്കിലേക്ക് എന്നെ മാറ്റി. അങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന കൂട്ടത്തിൽ ഒരു ദിവസം വീണ്ടും എന്നെ HR അങ്ങനെ ഞാൻ കൃപാസന അമ്മയെ വിളിച്ച് റൂമിൽ വരുമ്പോൾ കൃപാസന അമ്മയെ വിളിച്ച്, അമ്മ ഞാൻ പഠിച്ച വർക്കല്ലല്ലോ എനിക്ക് കിട്ടിയിരിക്കുന്നത്, ഞാൻ എന്ത് ചെയ്യും, ഞാൻ വന്നു പോയി ഒരുപാട് പൈസ കടമുണ്ടല്ലോ, ഞാൻ തിരിച്ച് കയറി പോകാനും പറ്റത്തില്ല, എന്ത് ചെയ്യുമെന്ന് ഞാൻ അമ്മയെ വിളിച്ച് ഡെയിലി പ്രാർത്ഥിക്കുക, വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുക. അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് രാവിലെ തന്നെ ഞാൻ വെളുപ്പിന് 5 മണിയാകുമ്പോൾ എഴുന്നേറ്റ് ഞാൻ തിരികെ ക്യാമ്പായതുകൊണ്ട് റൂമിൽ തിരികെ എത്തിക്കാനൊന്നും പറ്റത്തില്ല. എന്നാലും നമ്മൾ ഇവിടുത്തെ ബുക്ക് നോക്കി ഞാൻ പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ അച്ഛൻ്റെ ഈ സായന പ്രാർത്ഥനയും ഞാൻ ബുക്ക് നോക്കി പ്രാർത്ഥിക്കുകയും ചെയ്യും. അങ്ങനെ ഞാൻ ഡെയിലി പ്രാർത്ഥിക്കുക. അമ്മയെ വിളിച്ച് ഞാൻ പ്രാർത്ഥിക്കുക, അമ്മ എന്ത് ചെയ്യുമെന്ന് ഞാൻ പ്രാർത്ഥിക്കുക. അങ്ങനെ ഒരു ദിവസം സൈറ്റിൽ വെച്ച് എൻ്റെ കൂടെ വർക്ക് ചെയ്ത ആൾ പറഞ്ഞ് എന്നെ ഓഫീസിലേക്ക് വിളിക്കുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ HR മാനേജർ മേഡമാണ്. ആ മേഡം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, റോഹിത്തം പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ഇയാൾ ഇവിടെ നിൽക്കേണ്ട, ഞങ്ങളുടെ അബുദാബിയിൽ ഒരു സൈറ്റുണ്ട്, ആ സൈറ്റിലോട്ട് ഇയാളെ മാറ്റുക എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മേഡം ശരി, എന്നാൽ കുഴപ്പമില്ല, ഞാൻ അങ്ങോട്ട് പോയേക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു, താങ്കൾ പഠിച്ച വർക്ക് അവിടെ ഉണ്ട്, ഇയാൾ അങ്ങോട്ട് പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഒരു രാത്രി തന്നെ എന്നെ നേരെ അങ്ങോട്ട് തന്നെ ആ സൈഡിലോട്ട് തന്നെ മാറ്റി. അവിടെ നിന്ന് കുറച്ച് ദൂരം അബുദാബിയിലോട്ട് ദൂരം അങ്ങനെ എന്നെ അങ്ങോട്ട് മാറ്റി. അങ്ങനെ അവിടെ ചെന്ന് ഞാൻ എൻ്റെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ ഞാൻ മിഷൻ ഓപ്പറേറ്റിങ്ങും മാതാവിൻ്റെ കൃപയാൽ എനിക്ക് പഠിക്കാനും പറ്റി. അങ്ങനെ ഇത് വെൽഡിങ്ങും മിഷൻ ഓപ്പറേറ്റിങ്ങും എല്ലാം വർക്കുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ തന്നെ ഇവിടുത്തേനെക്കാട്ടിൽ സാലറി എനിക്ക് കൂട്ടി കിട്ടുകയും ചെയ്ത്. അങ്ങനെ ഞാൻ ആദ്യം ദുബായ് വർക്ക് ചെയ്ത് അത്ര സാലറി എനിക്കില്ലായിരുന്നു. അപ്പോൾ കൃപാസനമ്മയുടെ അനുഗ്രഹത്തോടാണ് അബുദാബി ചെന്നപ്പോഴത്തേക്ക് എനിക്ക് അത്യാവശ്യം നല്ല സാലറി എനിക്ക് കിട്ടുകയും ചെയ്തു. അങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന കൂട്ടത്തിൽ ഒരു സ്റ്റോറിൽ ഇൻചാർജ് മലയാളിയാണ്. അപ്പോൾ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, റോയ് ഇയാൾക്ക് സ്റ്റോറിൽ ഇപ്പോൾ ഒരാൾ വേക്കൻസി ഉണ്ട്, ഇയാൾക്ക് കയറാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ അബുദാബി ചെന്നിട്ട് ഞാൻ പ്രാർത്ഥിക്കാം, എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കും, മുടങ്ങാതെ ഞാൻ ഞാൻ പ്രാർത്ഥിക്കുക. അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് കേൾക്കുകയും സാധന പ്രാർത്ഥന എല്ലാം ഞാൻ കൂടുകയും ചെയ്തു. കൂടുതൽ സാക്ഷ്യങ്ങൾ കേൾക്കുകയും എല്ലാം ചെയ്തു. അങ്ങനെ ഈ സാറിനോട് ചോദിച്ചു, റോയ്ക്ക് സ്റ്റോർ കീപ്പർ
എന്നോട് ചോദിച്ച് റോയ് അസിസ്റ്റൻ്റായിട്ട് കയറാൻ താല്പര്യമുണ്ടോയെന്ന് ചോദിച്ചു. സ്റ്റോറി ഞാൻ പറഞ്ഞ് താല്പര്യമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു ഇയാൾ കണ്ണിന് പ്രശ്നമല്ലേ, ബിൽഡിങ് ചെയ്യേണ്ട, ഇയാൾ സ്റ്റോറിലോട്ട് കയറിക്കോളാൻ പറഞ്ഞു, കുഴപ്പമില്ല. അങ്ങനെ പറഞ്ഞെങ്കിലും 1-2 ആഴ്ചയായിട്ട് ഇതൊന്നും നടക്കുന്നില്ല. അങ്ങനെ വീണ്ടും ഞാൻ അമ്മയെ വിളിച്ച് പ്രാർത്ഥിക്കുകയും ഉടമ്പടി തൈലം പൂശി എൻ്റെ നെറ്റിയിൽ പൂശി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്ത് അങ്ങനെ ഈ സ്റ്റോർ ഇൻചാർജിൻ്റെ റൂമിൽ ചെന്ന് ഞാൻ ഉപ്പ് ഞാൻ കൊണ്ടുപോയായിരുന്നു പോയ സമയത്ത്. അങ്ങനെ ഞാനിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തതിൻ്റെ ഫലമായിട്ട് 2 ആഴ്ച തികയുന്നതിന് മുമ്പ് തന്നെ എന്നെ പുള്ളി വിളിച്ചിട്ട് പറഞ്ഞു ഇയാളൊരു കാര്യം ചെയ്യും, അസിസ്റ്റൻ്റ് സ്റ്റോർ കീപ്പറായിട്ട് കയറിക്കോളാൻ പറഞ്ഞു. അത് അമ്മയ്ക്കും തിരുകുമാരനും കോടാനുകോടി നന്ദി. അങ്ങനെ ഞാനിപ്പം അസിസ്റ്റൻ്റ് സ്റ്റോർ കീപ്പറായിട്ട് അബുദാബിയിൽ വർക്ക് ചെയ്യുന്നു. ബിൽഡിങ്ങിൻ്റെ പണിയെല്ലാം വിട്ട് ഇപ്പോൾ 2 കൊല്ലം. അപ്പം ഞാൻ ആദ്യം ദുബായിൽ നിൽക്കുമ്പം അങ്ങനെ അധികം ഞാൻ ഡ്യൂട്ടിക്ക് പോകത്തേയില്ല, എനിക്ക് കണ്ണിന് പ്രശ്നമായിട്ട് ലീവായിരുന്നു കൂടുതലും. അബുദാബി ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ വരുന്നതിൻ്റെ 2 ദിവസം മുമ്പ് വരെ ഞാൻ സ്റ്റോറിൽ വർക്ക്, ഒരു ദിവസം പോലും ലീവ് എടുക്കാതെ അമ്മ എന്നെ സൈറ്റിൽ വിട്ട് അമ്മയ്ക്ക് തിരുകുമാരനും കോടാനുകോടി. അതുപോലെ തന്നെ ദുബായ് കിട്ടുന്നതിനെക്കാട്ടിലും എനിക്ക് കുറച്ച് പൈസ കൂടുതൽ അമ്മ കൂട്ടി തരികയും ചെയ്ത്, കമ്പനി കൂട്ടി അമ്മയ്ക്കും തിരുകുമാരനും കോടാനുകോടി നന്ദി. അതുപോലെ തന്നെ ഞാൻ വരുന്ന സമയത്ത് എൻ്റെ ഇങ്ങോട്ട് വരുമ്പോൾ തിരിച്ചു പോകാൻ വേണ്ടിയുള്ള മെഡിക്കൽ എടുത്ത് എമിറേറ്റ്സ് ഐഡിയൊക്കെ ക്ലിയർ ചെയ്തിട്ട് എടുത്തു. അതിന് കുറച്ച് ലേറ്റായിരുന്നു. അമ്മയോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി തന്നെ എനിക്ക് എത്രയും പെട്ടെന്ന് തന്നെ എമിറേറ്റ്സ് ഐഡി എല്ലാം ക്ലിയറായിട്ട് കിട്ടുകയും ചെയ്തു. പിന്നെ സ്റ്റോറിൽ നിന്ന സമയത്ത് തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. എന്നെ മാറ്റാൻ വേണ്ടി പല പ്രശ്നങ്ങളൊക്കെ സംഭവിച്ചായിരുന്നു. എന്നെ നമ്മുടെ കാരണമല്ലാതെ തന്നെ എന്നെ കംപ്ലൈൻറ്റുകളൊക്കെ വന്നായിരുന്നു. പക്ഷേ കൃപാസന അമ്മയെ വിളിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഞാൻ എന്നും പ്രാർത്ഥിക്കും. സമയം കിട്ടുമ്പോഴെല്ലാം സാക്ഷ്യങ്ങൾ കേൾക്കും. സ്റ്റോറിൽ സാധനം എടുക്കാൻ ആൾ വരാത്ത, വർക്കർമാർ വരാത്ത സമയത്തെല്ലാം ഞാൻ മൊബൈൽ ഓണാക്കി വെച്ച് ഞാൻ സാക്ഷ്യങ്ങൾ കേൾക്കുന്നതാണ് കൂടുതലും എൻ്റെ ടൈമിൽ ഞാൻ സാക്ഷ്യങ്ങൾ കേൾക്കുമായിരുന്നു. അങ്ങനെ ഒരുപാട് അങ്ങനെ പള്ളിയുടെ എല്ലാ ആഴ്ചയിലും പള്ളിയിൽ പോകാൻ പറ്റത്തില്ല, അവിടെ ലീവില്ല, ഞായറാഴ്ച ലീവില്ല, ഒരു ദിവസം പോലും 2 കൊല്ലത്തിൽ അങ്ങനെ ലീവേ ഇല്ല. പിന്നെങ്ങാണ് കമ്പനി ലീവ് എന്തെങ്കിലും ഉണ്ടെങ്കിലും ആ സമയത്തൊക്കെ ഞായറാഴ്ചയാണെങ്കിൽ ഞാൻ അവിടെ പള്ളിയിൽ കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ട്, അവരെ കോൺടാക്ട് ചെയ്ത് ഞാൻ പള്ളിയിൽ പോകും. പിന്നെ അതുപോലെ തന്നെ എൻ്റെ പത്രം ഞാൻ കൊണ്ടുപോയിരുന്നു, ഇവിടെ കൃപാസന പത്രം ഞാൻ കൊണ്ടുപോയിരുന്നു. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് പോയ സമയത്ത് തന്നെ ഫ്ലൈറ്റേ വെച്ച് തന്നെ എൻ്റെ കൂടെ ഇരുന്നവർക്ക് തന്നെ പത്രം ഞാൻ വിതരണം ചെയ്ത്, എൻ്റെ കൂടെ ഇരുന്ന് കുറച്ച് പേർക്ക് ഞാൻ പത്രം കൊടുത്തു, അപ്പുറത്തെ സീറ്റിലൊക്കെ ഉള്ളവർക്കൊക്കെ പത്രം വിതരണം ചെയ്തു. അതുപോലെ തന്നെ റൂമിൽ ചെന്ന് ആന്ധ്രക്കാരൊക്കെ ആയിരുന്നു, ആന്ധ്രക്കാരോടൊക്കെ ഞാൻ ഹിന്ദി അറിയാവുന്നതുകൊണ്ട് ഞാൻ ഹിന്ദി തന്നെ അവരോട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി ഞാൻ ഈ പത്രം കൊടുത്തു. അപ്പോൾ ഒരു ആന്ധ്രക്കാരൻ പറഞ്ഞ് പത്രം കിട്ടിയപ്പോഴത്തേക്ക് എനിക്ക് ചെറിയൊരു ശരീരത്തിനൊക്കെ അവനൊരു അസുഖം എന്തോ ഉണ്ടായിരുന്നു, ഒരു ഭയങ്കര മാറ്റം ഉണ്ടെന്നൊക്കെ അവൻ എന്നോട് പറഞ്ഞ്. അങ്ങനെ ഹിന്ദിക്കാരോട് ഞാൻ അബുദാബി സൈറ്റിൽ ചെന്ന് ഹിന്ദിക്കാരോട് ഞാൻ പറഞ്ഞു, ഇന്ന ജാതിക്കാരൊന്നും ഇല്ല, മുസ്ലിങ്ങളോ അങ്ങനെ ഇങ്ങനൊന്നുമില്ല, എല്ലാവരോടും ഞാൻ പറഞ്ഞു കൃപാസനത്തെക്കുറിച്ച്. എല്ലാവരും സ്റ്റോറി വരുന്നവരോട് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിനെക്കുറിച്ച്. അങ്ങനെ പറഞ്ഞിട്ട് അതുപോലെ തന്നെ ഉടമ്പടി തൈലം എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ സെക്യൂരിറ്റി രാജസ്ഥാനിയാണ്, അവൻ ഇത് കണക്ക് വീണ് കാല് മുറിഞ്ഞ്. അപ്പോൾ എന്നോട് പറഞ്ഞ് വേദന എടുക്കും, ഭയങ്കര വേദനയാണ്. ഞാനിങ്ങനെ സ്റ്റോറിലാവുമ്പോൾ വന്ന കൂട്ടത്തിൽ ഒരു ഫയൽ എടുക്കാൻ വന്ന കൂട്ടത്തിൽ പറഞ്ഞ് ഞാൻ ഇങ്ങനെ ഞൊണ്ടി നടന്നു. അപ്പം ഞാൻ ഉടമ്പടി തൈലം വൈകിട്ട് റൂമിൽ ചെന്ന് ഉടമ്പടി തൈലം അവന് തേച്ച് പ്രാർത്ഥിച്ചു. അവൻ പിറ്റേ ദിവസം എന്നോട് പറഞ്ഞു, റോയ് നീ പുരട്ടി തന്ന ഉടമ്പടി തൈലം തേച്ച കാരണം ഭയങ്കര വേദനയ്ക്ക് ഒരുപാട് മാറ്റമുണ്ട്, മറ്റേ എനിക്ക് കാല് തറ കുത്താൻ പറ്റത്തില്ല, അന്ന് നീരായിരുന്നെന്ന് പറഞ്ഞു. രാജസ്ഥാനിയാണ്. അപ്പോൾ അവനും ഭയങ്കര വിശ്വാസമായി, ഇതിനെക്കുറിച്ച് അവനും ഭയങ്കര വിശ്വാസമായി. അങ്ങനെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം ഞാൻ കിട്ടുന്ന സമയത്തെല്ലാം കൃപാസന അമ്മയെക്കുറിച്ച് ഞാൻ പറയും, ആരോടാണേലും ഞാൻ പറയും, എനിക്കങ്ങനെ ചമ്മലൊന്നുമില്ല, എല്ലാവരോടും ഞാൻ പറയും. അതുപോലെ തന്നെ സൈറ്റിൽ വെച്ച് ഇതെനിക്ക് സാമ്പത്തികമായിട്ട് എന്തെങ്കിലും ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ കൊടുക്കും, തിരിച്ച് മേടിക്കത്തില്ല പൈസ, ഞാനത് കൊടുക്കും. പിന്നെ ആഹാരം മേടിച്ച് കൊടുക്കാൻ പറ്റുന്ന സാഹചര്യം എന്തെങ്കിലും വന്നാൽ ഞാൻ ആൾക്കാർക്ക് ആഹാരമൊക്കെ വാങ്ങിച്ചു കൊടുക്കും. അതൊക്കെയാണ് എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ. പിന്നെ എന്നെക്കൊണ്ടാവുന്ന രീതി എന്തെങ്കിലും സഹായം വേണമെങ്കിൽ ഞാൻ ചെയ്യും. അതുപോലെ തന്നെ ഞാൻ ഭയങ്കരമായിട്ട് മദ്യപിക്കുന്ന ഒരാളായിരുന്നു. നേരത്തെയൊക്കെ ഗൾഫിലൊക്കെ പോയി കഴിഞ്ഞാൽ മദ്യപിച്ചിട്ടൊക്കെ 6 മാസം കഴിയുമ്പോൾ തിരിച്ചു പോരുമായിരുന്നു. പിന്നെ ഞാൻ ഹാൻഡ്സ് വെക്കുമായിരുന്നു, അങ്ങനെ സിഗരറ്റ് വലി, ബീഡി വലി എല്ലാം ഉണ്ടായിരുന്നു. ഉടമ്പടി എടുത്തതിൻ്റെ ഭാഗമായിട്ട് കൃപാസനാമ്മ പൂർണ്ണമായിട്ട് എനിക്ക് ആ ഒരു ദുശീലങ്ങളിൽ നിന്നൊക്കെ പൂർണ്ണമായിട്ട് വിടുതൽ തന്നു. എനിക്കിപ്പോൾ അതൊക്കെ കാണുന്നത് തന്നെയല്ല. ഇപ്പോൾ 3-4 വർഷത്തിനൊക്കെ മുകളിലായി ഇപ്പം ഞാൻ ഈ സംഗതികളൊന്നും ഞാൻ ഉപയോഗിക്കുന്നു, ഒരുപാട് വർഷം ഇപ്പം ഞാനിപ്പോൾ ഇത് ഉപയോഗിക്കുന്നേ ഇല്ല. ഇപ്പോൾ കാണുമ്പം തന്നെ എനിക്ക് ഭയങ്കര ദേഷ്യം. മറ്റേത് മദ്യമൊക്കെ നല്ലപോലെ ഞാൻ കഴിക്കുന്ന ആളായിരുന്നു, ഷെയറിട്ടൊക്കെ കുടിക്കുന്ന ആളായിരുന്നു. എല്ലാം കൃപാസന അമ്മയ്ക്ക് തിരുകുമാരനും അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി നിന്നുകൊണ്ട് ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാൻ കിട്ടിയ ഈ അവസരത്തിന് ദൈവകുമാരനും പരിശുദ്ധ അമ്മയ്ക്കും ഞാൻ 1000 നന്ദി പറയുകയാണ്. എൻ്റെ പേര് തോമസ് ജോസഫ്. ഞാൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്ന് റിട്ടയർ ചെയ്ത ഒരു ഉദ്യോഗസ്ഥനാണ്. റിട്ടയർ ചെയ്ത ശേഷം മകളുടെ കുഞ്ഞിനെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഞാനും 2020 ഞാൻ UK ഫാമിലി അവിടെ വൈഫും
2015 നേരത്തെ കുഞ്ഞിനെ നോക്കുവാനായിട്ട് പോയിരുന്നു. അങ്ങനെ അവിടെ ചെന്ന് UK PR ഒക്കെ കിട്ടി. ഇപ്പോൾ അവിടെ നിൽക്കുകയാണ്. നാട്ടിലുണ്ടായിരുന്ന സമയത്ത് ഒരുപാട് സാമൂഹ്യ ഉപവി പ്രവർത്തനങ്ങളുടെ ഒരുപാട് കാര്യങ്ങളിൽ വ്യാപൃതനായിരുന്നു. പക്ഷേ അന്നെല്ലാം ചെയ്തതെല്ലാം സൽപ്രവൃത്തികൾ മാത്രമായി, ദൈവനാമത്തെ മഹത്വപ്പെടുത്താതെയും ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കാതെയുമാണ് അതെല്ലാം ചെയ്തു കൂട്ടിയത്. അന്ന് അതിനുള്ള അറിവൊന്നുമില്ലായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഞാനിങ്ങനെ UK എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് വ്യത്യസ്തമായ സാഹചര്യമായിരുന്നു. ആത്മീയ ജീവിതം അവിടെ ചെന്നപ്പോൾ എല്ലാ സാഹചര്യങ്ങളും മാറി. ആത്മീയ ജീവിതം വെറും പൂജ്യമായി. അപ്പോഴത്തേക്ക് ദുരിതങ്ങൾ ഓരോന്ന് എൻ്റെ ജീവിതത്തിലേക്ക് മഹാമാരി പോലെ കടന്നു വരാൻ തുടങ്ങി. ഭാര്യയ്ക്കും അമ്മയ്ക്കും ഒരു ആക്സിഡൻറ്റ്, അതിൽ സീരിയസായ പരിക്കുകളുണ്ട്. അവരുടെ കാര്യങ്ങളൊക്കെ പറയാൻ ഇപ്പം അവരില്ലാത്തതുകൊണ്ട് പറയാൻ പറ്റുന്നില്ല. ഞാൻ പിന്നീട് ഒരു അവസരത്തിൽ പറയും. അതുപോലെ പിന്നെ ഞാനിങ്ങനെ ദുരിതങ്ങളിൽപ്പെട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അപൂർവമായി ചേട്ടനുമായി സംസാരിക്കവേ കൃപാസനത്തെക്കുറിച്ച് കൃപാസനത്തെക്കുറിച്ച് സംസാരിക്കുവാനിടയായി. കാരണം ഞാൻ എറണാകുളത്ത് ജോലി ചെയ്തിരുന്ന 5 വർഷക്കാലം ഇതിൻ്റെ മുമ്പിൽ കൂടെ തലങ്ങും വിലങ്ങും എത്രയോ വർഷം പോയിട്ടുള്ളപ്പോഴൊന്നും ഒരിക്കൽ പോലും ഇവിടെ കയറണമെന്നോ ഇവിടെ കയറി അമ്മയെ കാണണമെന്നോ തോന്നാത്ത എനിക്ക് ചേട്ടൻ ഇങ്ങനെ പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് ഓൺലൈൻ ഉടമ്പടി എടുക്കണമെന്ന് തോന്നി. അങ്ങനെ ഞാൻ ഓൺലൈൻ ഉടമ്പടിക്കായിട്ട് ശ്രമിച്ചു. 1-ാമത്തെ ദിവസം ശ്രമിച്ച് നടന്നില്ല. 2-ാം ദിവസം ശ്രമിച്ച് നടന്നില്ല. 3-ാം ദിവസം, കാരണം ഈ ഓൺലൈനുമായി അത്ര വലിയ പരിചയക്കുറവുള്ളത് കൊണ്ടാണ്, 3-ാം ദിവസം വിജയിച്ചു. അതിൻ്റെ അന്നത്തെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയിലാണ് ഞാൻ അറിയുന്നത് ഡിസംബർ 7 അമ്മ പ്രത്യക്ഷപ്പെട്ട ദിവസമായിരുന്നുവെന്ന്. എനിക്കത് ഭയങ്കരമായ ഒരു ഉത്സാഹവും ഉന്മേഷവും കിട്ടി. അങ്ങനെ ഞാൻ ഉടമ്പടിയിൽ വളരെ സീരിയസായി തുടങ്ങി. ഉടമ്പടിയിൽ ഞാൻ ചോദിച്ചത് എല്ലാം കിട്ടിയില്ലെങ്കിലും ചോദിച്ചതും എനിക്ക് വേണ്ടതെല്ലാം കൂടാതെ എനിക്ക് അർഹതയില്ലാത്തതുപോലും ദൈവം തന്ന് സമൃദ്ധമായി എന്നെ അനുഗ്രഹിച്ചു എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ള എൻ്റെ സാക്ഷ്യം. എനിക്ക് കഴുത്തിൻ്റെ പുറകിൽ 25 വർഷമായി ഒരു വലിയ തടിപ്പും അതൊരു മുഴ പോലെയായി. അത് ഞാൻ അസ്വസ്ഥതകളൊന്നും വേദനയോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനൊന്നും ഗവനിച്ചില്ല. പക്ഷേ ഞാൻ ഉടമ്പടി എടുത്ത ശേഷം തൈലവും ഉപ്പും സ്ഥിരമായി ഉപയോഗിച്ച് പ്രാർത്ഥിക്കുകയും വീട്ടിലുള്ളവർക്കും അല്ലാത്തവർക്കും വെളിയിലുള്ള നമ്മുടെ മക്കളും ഒക്കെ അവിടെ ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയും തൈലം തേച്ച് പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിൽ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. എന്നാണെന്നോ എപ്പോഴാണെന്നോ എനിക്കറിയത്തില്ല, അത് പൂർണ്ണമായും മാറിക്കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ജനനം മുതൽ എന്നോട് കൂടെ എൻ്റെ സന്തത സഹചാരിയായി ഉണ്ടായിരുന്ന എൻ്റെ ഡ്രൈ സ്കിന്നിൻ്റെ അലർജി, അത് എനിക്ക് ഒരുപാട് ദുരിതങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അമ്മയുടെ പ്രചോദനമനുസരിച്ച് ഒരു തൈലം എനിക്ക് കിട്ടി. തൈലം ഉപയോഗിച്ച് പ്രാർത്ഥിക്കുകയും തൈലം തേക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. ഈ ക്രീമും കൂടെ തേച്ച്, അമ്മയുടെ നാമത്തിൽ ആ ക്രീമും കൂടെ തേച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടായിരിക്കും അത് 68 വർഷമായ ആ അസ്വസ്ഥത എന്നിൽ നിന്ന് മാറിപ്പോയി എന്ന് പറഞ്ഞാൽ അത് അമ്മയുടെ ഇടപെടലാണെന്ന് മാത്രമേ എനിക്ക് പറയുവാൻ പറ്റുകയുള്ളൂ. എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങളുടെ കണക്ക് പറയുമ്പോൾ, എനിക്ക് എറണാകുളത്തൊരു സ്ഥലമുണ്ടായിരുന്നു. അത് വിൽക്കാൻ വേണ്ടി വാങ്ങിച്ചിട്ടതായിരുന്നു. അത് വിൽക്കാനുള്ള ശ്രമങ്ങളൊന്നും നടന്നില്ല. കാരണം അതിനകത്ത് ഒരുപാട് പ്രതിസന്ധികളുണ്ടായിരുന്നു. അതിനിടയിലാണ് ഇടിവെട്ടിയേറ്റ് എൻ്റെ തലയിൽ പാമ്പ് കടിച്ചെന്ന് പറഞ്ഞാൽ 12 വർഷമായിട്ട് തണ്ണീർത്തട പ്രശ്നത്തിൽപ്പെട്ട് അത് കുരുങ്ങി. അപ്പോൾ പല ഓഫീസുകളും കയറി ഇറങ്ങിയെങ്കിലും ഒന്നും നടക്കുന്നില്ല. അവസാനം ഉടമ്പടി എടുത്ത് 1 മാസം കഴിഞ്ഞപ്പോൾ വേറെ ഫർദർ ഇടപെടലുകളൊന്നുമില്ലാതെ ലെറ്റർ വീട്ടിൽ വരികയായത്, നിങ്ങളുടെ തണ്ണീർത്തട പ്രശ്നത്തിന് പരിഹാരമായി കരഭൂമിയാക്കി തരം മാറ്റം നടത്തിയെന്ന് പറഞ്ഞ് ലെറ്റർ വരുമ്പോഴാണ് അത് അമ്മയുടെ ഇടപെടൽ മാത്രമാണ്, വേറെ അതിനകത്ത് യാതൊന്നുമില്ല എന്നെനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. അതുപോലെ തന്നെ ഈ സ്ഥലം വാങ്ങിച്ചിട്ട് 22 വർഷം മുമ്പ് വാങ്ങിച്ചിട്ടതാണ്. അന്ന് മുതൽ ഇതിന് അന്ന് ഫേസ് ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് മണ്ണിറക്കി ലെവൽ ചെയ്യണമെന്നും ഫൗണ്ടേഷൻ കെട്ടി തിരിക്കണമെന്നും ഒക്കെയുള്ള ആഗ്രഹമുണ്ടായിരുന്നു. അപ്പോൾ ഇത്തിരി അതിർത്തി തർക്കവും പ്രശ്നങ്ങളും കാരണം അതിനുള്ള ധൈര്യം എനിക്കില്ലായിരുന്നു. എന്തായാലും ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ എനിക്കത് ചെയ്യണമെന്ന് തോന്നി. അത് ഞാനങ്ങനെ എൻ്റെ മകൻ്റെ ഒരു ഫാദറിനെ ഇടപെടുത്തി, അയാളൊരു ബ്രോക്കർ ഒരു കോൺട്രാക്ടറോട് സംസാരിച്ച് പ്രശ്നമെല്ലാം സെറ്റിൽ ചെയ്തതനുസരിച്ച് ഞാൻ നാട്ടിൽ ചെന്നു. ഞാൻ വിചാരിച്ചൊരു 10-25 ലോഡ് മണ്ണിറക്കുമ്പോൾ അതിൻ്റെ പ്രശ്നം തീരുമെന്ന്. പക്ഷേ ഒരു സിനിമാ സ്റ്റൈലിൽ അത് എന്താ പറയുക, ഒരു യുദ്ധകാല അടിസ്ഥാനത്തിൽ നടക്കുന്നത് പോലെ ഒറ്റ ദിവസം കൊണ്ട് 86 ലോഡ് മണ്ണിറക്കി.
അതേ ദിവസം തന്നെ അത് ലെവൽ ചെയ്യാനും തുടങ്ങി. 2-ാം ദിവസം ലെവൽ ചെയ്ത് തീർത്ത് 3-ാം ദിവസം വാനമാന്തി ഫൗണ്ടേഷൻ കെട്ടി ഗേറ്റും വെച്ച് ഞങ്ങൾ അവിടെ നിന്ന് പോരുകയാണ്. അപ്പോൾ അത് പിന്നെ അതിൻ്റെ കൂടെ പറയാനുള്ളത്, അതെങ്ങനെ സാധിച്ചുവോ എന്ന് എനിക്ക് പോലും അറിയാൻ വയ്യ. കാരണം എനിക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റിയില്ല. അന്ന് അവിടെ അപ്രതീക്ഷിതമായി 2 പേര് അവിടെ ഉണ്ടായിരുന്നു. അത് ഞാൻ എൻ്റെ മകൻ്റെ സുഹൃത്തിൻ്റെ അപ്പനും, അതുപോലെ തന്നെ ഈ കോൺട്രാക്ടർ ഒരു മില്യണയർ, അയാൾ അവിടെ ഒരിടത്തും സ്ഥലത്തൊന്നും പോകാത്തയാളാണ്. പക്ഷേ അന്ന് ലോറി വന്ന ആദ്യത്തെ 8 മണിക്ക് തന്നെ ഇയാളും അവിടെ, ഇവർ 2 പേരും അവിടെ എത്തി. 3 ദിവസവും ഇവരുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു. അവരുടെ സാന്നിധ്യം തന്നെ എല്ലാ പ്രശ്നങ്ങളും ഒഴിവാക്കി തന്നു. അവരെനിക്ക് വേണ്ടി വക്കാലത്ത് ചെയ്ത് അമ്മയുടെ ഏജൻ്റായി നിന്നുകൊണ്ട് അവർ അതെല്ലാം പരിഹരിച്ച്, എനിക്കധികം എഫർട്ടൊന്നും എടുക്കേണ്ടി വന്നില്ല, അധികമൊന്നും സംസാരിക്കേണ്ടതായും വന്നില്ല. പക്ഷേ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ വന്നവരെല്ലാം തിരികെ പോയി. പറഞ്ഞാലാരും വിശ്വസിക്കാത്ത ഒരു അത്ഭുതമായി എൻ്റെ ജീവിതത്തിൽ അത് നിലകൊള്ളുകയാണ് ഇപ്പോഴും. അതുപോലെ തന്നെ ഇതെങ്ങനെ സംഭവിച്ചു എന്ന് അവർക്കാർക്കും അവർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും ചോദിക്കുന്നു. പക്ഷേ എനിക്കറിയാവുള്ളൂ, നമുക്കല്ലേ അറിയാവുള്ളൂ, പരിശുദ്ധ അമ്മ ഇടപെട്ടതാണെന്നും അമ്മയുടെ സാന്നിധ്യമായിരുന്നു അതെന്നും അതെനിക്ക് മാത്രമേ അറിയാൻ പറ്റുള്ളൂ. അങ്ങനെ അതാണ് ആ വലിയ ഒരു സാക്ഷ്യം എനിക്ക് പറയുവാനുള്ളത്. പിന്നെ എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്, എൻ്റെ ഉടമ്പടി കാശ് രൂപം ഞാൻ നാട്ടിലായിരുന്നപ്പോൾ അത് യാത്രക്കിടയിൽ നഷ്ടപ്പെട്ടൊരു മാർക്കറ്റിൽ വെച്ച് പൈസ പോക്കറ്റിൽ നിന്ന് എടുക്കുമ്പോഴാണ് പേഴ്സ് നഷ്ടപ്പെട്ടു പോയത്. അപ്പോൾ അതിനകത്ത് പ്രാധാന്യമെന്ന് പറയുന്നത് ഉടമ്പടി കാശ് രൂപം അതിനകത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പ്രശ്നം. വിലമതിക്കാനാവാത്ത കാശ് രൂപം, അത് നമ്മുടെ ഉടമ്പടിയുടെ ആധാരമാണെന്നൊക്കെ അച്ഛൻ പറയുന്നത് എനിക്ക് വളരെ ബോധ്യമുണ്ട്. അപ്പോൾ അത് നഷ്ടപ്പെട്ടു പോയതിൽ ഞാൻ അമ്മയോട് പ്രത്യേകം കരഞ്ഞ് പ്രാർത്ഥിച്ചു. അത് സൂക്ഷ്മമെന്ന് പറയട്ടെ, 5 ദിവസമായപ്പോൾ ഒരാൾ എന്നെ അവിചാരിതമായി ഫോൺ ചെയ്യുന്നു. ഞാൻ അന്ന് ഡോക്ടറെ കാണാൻ പോയതായിരുന്നു. ഒരു ഡോക്ടറെ കണ്ട ആ ഡോക്ടറുടെ ഫോൺ നമ്പർ ആ പേഴ്സിലുണ്ടായിരുന്നു. ആ പേഴ്സ് വെച്ച് ട്രേസ് ചെയ്തിട്ടാണ് അയാൾ എന്നെ വിളിക്കുന്നത്. അങ്ങനെ അയാൾ വിളിച്ചു, ഇങ്ങനെ എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചു. അത് ഞാൻ പറഞ്ഞു, ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്നു കഴിഞ്ഞപ്പോൾ അതിലെ അത്ഭുതമെന്ന് പറയുന്ന അമ്മയുടെ ഇടപെടലെന്ന് പറയണത്, അത് എടുത്തയാൾ ആ മാർക്കറ്റിലെ ഒരു തൂപ്പുകാരൻ, പാവപ്പെട്ടവൻ, അവനെന്തോ അമ്മ ബുദ്ധി തോന്നിച്ച് അതിനകത്ത് കുറച്ച് പൗണ്ടൊക്കെ ഉണ്ടായിരുന്നു, ATM കാർഡും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ അവന് വേണമെങ്കിൽ എടുക്കാമായിരുന്നു. അവനൊന്നും എടുത്തില്ല. അവൻ്റെ ഒരു സുഹൃത്തിനെ അതുപോലെ ഏൽപ്പിച്ച് കാര്യങ്ങൾ പറഞ്ഞു. ആ സുഹൃത്താണ് എന്നെ വിളിക്കുന്നത്. പറഞ്ഞു വന്നപ്പോൾ ഇവർ 2 പേരും എൻ്റെ വീടിനോട്, കൊല്ലത്ത് ഞാൻ താമസിക്കുന്ന വീടിനോട് അധികം ദൂരമല്ലാത്ത ഒരു സ്ഥലത്ത് താമസിക്കുന്നവരും എന്നെ നേരിട്ട് കണ്ടാലറിയാവുന്നവരുമായിരുന്നു എന്ന് ബോധ്യമായി. അതൊരു ഭയങ്കരമായ അത്ഭുതം, അമ്മയുടെ ഇടപെടലാണ് എന്നല്ലാതെ എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല. അത് പിന്നെ ഞാനിപ്പോൾ UK 2020 UK പോയത്. എനിക്ക് മുൻപേ അവിടെ ഉണ്ടായിരുന്നവരും അവിടെ ജോലി ചെയ്യുന്നവരും ഒക്കെ ആയിട്ട് PR-ന് ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് വിഷമിച്ചിരിക്കുന്ന ഒരുപാട് പേരെ എനിക്കറിയാം. ഒരുപാട് പേരൊന്നും ഇല്ല, 3-4 പേരെ എനിക്കറിയാം. അങ്ങനെ പക്ഷേ അവരുടെ കൂട്ടത്തിൽ 2020 ചെന്ന് പ്രത്യേകിച്ച് പിന്നെ രേഖകളൊന്നും ഇല്ലാതെ തന്നെ നോർമൽ കാര്യങ്ങളൊക്കെ വെച്ച് തന്നെ ആപ്ലിക്കേഷൻ കൊടുത്ത് കറക്റ്റ് 5 വർഷം തികയുന്ന അടുത്ത മാസം തന്നെ എനിക്ക് PR കിട്ടി. അത് അമ്മയുടെ ശക്തമായ ഇടപെടൽ കൊണ്ട് മാത്രമാണെന്ന് ഞാൻ ദീർഘമായി വിശ്വസിക്കുകയാണ്. പിന്നെ എനിക്ക് ഞാൻ നാട്ടിൽ നിന്ന് 20 പോയതല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ബാങ്കിലെ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇൻകം ടാക്സിൽ നിന്ന് ഡൽഹി ഓഫീസിൽ നിന്നൊരു സ്ട്രോങ് ലെറ്റർ വന്നു. ഒരു വലിയ തുക ഒന്നിച്ച് അടയ്ക്കണമെന്നും ഫൈനായിട്ട് അടയ്ക്കണമെന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഞാൻ ടാക്സ് റിട്ടേണൊന്നും 4-5 വർഷമായി ഫയൽ ചെയ്യാറില്ലായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഞാനൊരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിനെ കണ്ടു. അയാൾ അത് പുട്ടപ്പ് ചെയ്തു, ആപ്ലിക്കേഷൻ അയച്ചു. എന്തായാലും അമ്മ ഇടപെട്ടു എന്ന് പറയട്ടെ. എനിക്ക് ഒരു ഫൈനും അടയ്ക്കേണ്ടി വന്നില്ല എന്ന് മാത്രമല്ല, എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ച ആ തുകകളെല്ലാം അതുപോലെ എനിക്ക് റീഫണ്ട് ചെയ്ത് തിരിച്ചു കിട്ടി എന്നുള്ളതാണ്. അതും അമ്മയുടെ ശക്തമായ ഇടപെടലാണ് എന്നെനിക്ക് പൂർണ്ണമായ ബോധ്യമുണ്ട്. ആത്മീയ ജീവിതത്തിലേക്ക് വരുമ്പോൾ പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ കാര്യത്തിൽ ഞാൻ പത്രങ്ങൾ അവിടെ കൊടുക്കാനുള്ള ചില പ്രായോഗിക പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ടിട്ട് നാട്ടിൽ വരുമ്പോഴാണ് പത്രം കൊടുക്കുന്നത്. അങ്ങനെ ഇപ്പോൾ ഇവിടെ 4 വട്ടം വന്നു. 4 വട്ടമായിട്ട് 12 കെട്ട് പത്രം കിട്ടി. പിന്നെ കുരിശടിയിൽ ഇരുന്ന ഒരു 3 കെട്ട് പത്രവും കൂടി 15 കെട്ട് പത്രം മാത്രമേ എനിക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. സന്ദർശനങ്ങളുടെ കാര്യത്തിലും അവിടെ ബുദ്ധിമുട്ടുകളുണ്ട്. അതുകൊണ്ട് നാട്ടിൽ വരുമ്പോഴാണ് സന്ദർശനം നടത്താറുള്ളത്. ഇതിനിടയ്ക്ക് ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്. ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്ത കാര്യം അത് പിന്നെ ഒരു 3 മാസം കഴിഞ്ഞ് പുതുക്കി. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ഒരു ഭയങ്കരമായ ഉൾപ്രേരണ ഉണ്ടായി. തീർത്ഥാടന ഉടമ്പടി എടുക്കണമെന്ന് തോന്നി. അങ്ങനെ
എന്നെ ആരോ തള്ളുന്നത് പോലെ എനിക്ക് തോന്നി. അത് അമ്മ തന്നെയായിരുന്നു. അങ്ങനെ ഞാൻ വന്നു. ഒരു ഒറ്റയാഴ്ച കൊണ്ട് പ്ലാൻ ചെയ്തു ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്ത് പത്രവും എറണാകുളത്ത് കൊണ്ട് കൊടുത്ത് തിരികെ വണ്ടി കയറി. അതിനുശേഷം 2024 ഞാനും എൻ്റെ ഭാര്യയും മക്കളുമായി വന്ന് 5 പേരും കൂടി ഇവിടെ വന്ന് അമ്മയെ കണ്ട് പ്രാർത്ഥിച്ചു പോയി. അതിനുശേഷം 2025 തന്നെ വീണ്ടും ഞാൻ ഒറ്റയ്ക്ക് വന്ന് ഇവിടെ വന്ന് അച്ഛനെ കണ്ടും, നേരത്തെ അച്ഛനെ വന്ന് മോൾക്ക് അച്ഛനെ കൊണ്ട് പ്രാർത്ഥിച്ചിട്ടാണ് പോയത്. ഞാൻ ഒറ്റയ്ക്ക് വന്നപ്പോഴും അച്ഛൻ്റെ ബ്ലെസ്സിങ് വാങ്ങിച്ചിട്ടാണ് പോയത്. അങ്ങനെ അച്ഛൻ്റെ ബ്ലെസ്സിങ്ങിൻ്റെ ഈ വസ്തുവിൻ്റെ കാര്യത്തിൽ അച്ഛൻ്റെ ബ്ലെസ്സിങ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അച്ഛൻ തന്ന കാശുരൂപവും ഉപ്പും കൊണ്ട് അവിടെ ഇട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഈ പറഞ്ഞ അത്ഭുതങ്ങളെല്ലാം അവിടെ നടന്നത്. അതായത് തണ്ണീർത്തട പ്രശ്നത്തിൻ്റെ പരിഹാരവും പിന്നെ ലെവലിങ്ങിൻ്റെയും ഫൗണ്ടേഷൻ കെട്ടുന്നതിൻ്റെയൊക്കെ പരിഹാരം ഉണ്ടായത് അതാണ്. അല്ലാതെ അതിന് മുമ്പ് എനിക്കത് ചെയ്യണമെന്ന് ഭയമായിരുന്നു. അതിന് ശേഷമാണ് അതിനുള്ള ധൈര്യമെല്ലാം എനിക്ക് കിട്ടിയത്. പിന്നെ സന്ദർശനങ്ങൾ ഇവിടെ വരുമ്പോഴാണ് ചെയ്യുന്നത്. കഴിവതും രോഗികളെയൊക്കെ പണ്ട് ഞാൻ ഇഷ്ടംപോലെ ചെയ്തുകൊണ്ടിരുന്നതാണ്. എൻ്റെ ഒരു ദിനചര്യ തന്നെയായിരുന്നു അത്. അതുപോലെ ഇപ്പോഴും ഇവിടെ വരുമ്പോഴും കഴിയുന്നിടത്തോളം സന്ദർശനങ്ങൾ നടത്താറുണ്ട്. കുടുംബ പ്രാർത്ഥനകളിൽ വളരെ തീക്ഷ്ണതയോടുകൂടി പ്രാർത്ഥന നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെ ഇടവേളകളിൽ ജപമാല ചെല്ലാറുണ്ട്. ഒരു യാത്ര കൊച്ചിനെ കൊണ്ട് സ്കൂളിൽ പോവുകയും തിരികെ വരികയും ചെയ്യുന്ന സമയത്ത് യാത്രാവേളകൾ ജപമാല ചെല്ലാറുണ്ട്. ദിവസം ആവറേജ് 3-4 ജപമാല സമയം പോലെ ചെല്ലാൻ അവസരം കിട്ടുന്നുണ്ട്. ആത്മീയ കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ പ്രഭാത പ്രാർത്ഥനയും സന്ധ്യാപ്രാർത്ഥനയും ഡെയിലി ബ്രെഡും അതുപോലെ തന്നെ പേഴ്സണലായിട്ടൊരു 3/4 മണിക്കൂർ പ്രെയർ ഉണ്ടാവും. ഇതെല്ലാം മുടങ്ങാതെ നടക്കുന്നുണ്ട്. ചൊവ്വാഴ്ചത്തെ ഉടമ്പടി ധ്യാനം ഒന്നുപോലും മുടങ്ങാതെ, തിങ്കൾ ശനി ധ്യാനങ്ങളും മറ്റെല്ലാ ദിവസങ്ങളിലെ ആരാധന അച്ഛൻ്റെ പ്രസംഗവും ഒന്നും പോലും മുടക്കാതെ ഇത്രയും കാലം ചെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ബൈബിള് നിർബന്ധമായും 1/2 മണിക്കൂർ വായിക്കാറുണ്ട്. ഒരു ദിവസം ഫാസ്റ്റ് ചെയ്യണമെന്നതിന് ഒരു നേരത്തെ ആഹാരം വർജിക്കുന്നതിന് പോലെ എല്ലാ ദിവസവും ഞാനും ഭാര്യയും 7 ദിവസവും ഫാസ്റ്റ് ചെയ്യാറുണ്ടായിരുന്നു. ഗലാത്യ 5:19 പ്രകാരം ജീവിതത്തിൽ ക്രമീകരണങ്ങൾ വരുത്തുവാനായി അവന് വഴിയൊരുക്കുവാൻ എൻ്റെ വഴികൾ നേരെയാക്കുകയും വെട്ടിച്ചുരുക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ എൻ്റെ പുറംകുപ്പായം ഞാൻ ഊരി കഴുകി വെടിപ്പാക്കി വിവാഹ വസ്ത്രം തയ്യാറാക്കാനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങി. ഒരിക്കലും ഭയങ്കരമായ 2 ദർശനമുണ്ടായി. അതായത് ഒരു റീവാലുവേഷൻ എക്സാം നടത്തിയതും അതുപോലെ തന്നെ പിന്നെ ഉന്നതനായ ഒരാൾ വന്ന് എൻ്റെ ഫയലുകളെല്ലാം പോക്കുവരവ് ചെയ്യുന്നതായിട്ടും ഉണ്ടായി. എന്താണെന്ന് എനിക്കൊരു പിടിയും കിട്ടിയില്ല. അങ്ങനെ ഇരുന്നപ്പോഴാണ് അപ്രതീക്ഷിതമായി അച്ഛൻ്റെ റൈറ്റ് ഓഫ് ആൻഡ് റീഫണ്ട് എന്ന് പറയുന്ന സബ്ജക്റ്റിനെ കുറിച്ച് അച്ഛൻ പ്രസംഗിക്കവേ അപ്പസ്തോല പ്രവർത്തനങ്ങൾ 17:30 അജ്ഞതയുടെ കാലം ദൈവം കണക്കിലെടുക്കുന്നില്ല എന്നും യേശയ്യ 43:18 കഴിഞ്ഞതെല്ലാം മറന്നേക്കും, ഇതാ ഞാനൊരു പുതിയ കാര്യം ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞതും, അതുപോലെ തന്നെ ജോയൽ 2:14 ഞാൻ ഭൂമിയിൽ സമൃദ്ധമായി മഴ പെയ്യ്ക്കും, നിൻ്റെ മെതിക്കളത്തിൽ ധാന്യങ്ങൾ നിറയും, നിൻ്റെ ചക്കിൽ വീഞ്ഞും എണ്ണയും കവിഞ്ഞൊഴുകും, നിൻ്റെ ദേശം ഞാൻ സമൃദ്ധമായി അനുഗ്രഹിക്കുമെന്ന് പറയുന്ന ആ ഭാഗം അതെല്ലാം കൂടെ കൂട്ടി വായിച്ചു. അച്ഛൻ അതോടെ കൂട്ടിച്ചേർത്ത് ഉടമ്പടി പാപത്തെ ഫോക്കസ് ചെയ്യുന്നില്ല, അനുതാപത്തെയാണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി വായിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഉന്മേഷമായി. 23 വർഷക്കാലം ഞാൻ സൽപ്രവർത്തികളുടെ പേരിൽ ചെയ്തു കൂട്ടിയ ദൈവവേലയുടെ നഷ്ടപ്പെടുത്തി കളഞ്ഞ ദൈവകൃപ, കരുണാമയനായ ദൈവം എനിക്ക് തിരികെ തരുമല്ലോ എന്നുള്ളൊരു ഉണർത്തുപാട്ട് എനിക്കുണ്ടായി. അത് എൻ്റെ ജീവിതത്തിലാകപ്പാടെ വല്ലാത്തൊരു കോളിളക്കമുണ്ടാക്കി. അത് അനുതാപത്തിലേക്ക് നയിച്ചു. ഹോസിയ പ്രവാചകൻ 11:3 പ്രകാരവും നഷ്ടപ്പെട്ടു പോയ ആടിനെ തോളേറ്റി വരുന്ന ഇടയൻ്റെ ചിത്രവും ധൂർത്തപുത്രനെ സ്വീകരിക്കുവാൻ കൊഴുത്ത കാളയെക്കൊന്ന് വിരുന്നൊരുക്കിയ സ്നേഹപിതാവിൻ്റെ ചിത്രവും 1:99 വലുതാണെന്ന് പഠിപ്പിക്കുന്ന തച്ചൻ്റെ ശാസ്ത്രവും എല്ലാം കൂടി ചേർത്ത് വായിച്ചപ്പോൾ എനിക്ക് എൻ്റെ കണ്ണുകളെ വല്ലാതെ ഈർന്നണിഞ്ഞു. അത് എന്നെ ഭയങ്കരമായ ഭാവിയിലേക്ക് നടത്തി. അതുപോലെ തന്നെ എൻ്റെ വചനത്തിൽ എനിക്ക് പ്രചോദനം നൽകിക്കൊണ്ട് അച്ഛൻ ഡോക്ടർ VP ജോസഫ് ആയതുകൊണ്ടായിരിക്കും ഈ ഭയങ്കരമായ ശക്തമായ ആൻറ്റിബയോട്ടിക്സ് പ്രയോഗിക്കാറുണ്ട്. അത് ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി. അതുപോലെ തന്നെ കഷ്ടതകൾ നിസ്സാരമാണ്. എന്നോടുകൂടി ശേഖരിക്കാത്തവൻ ചിതറിച്ച് കളയുന്നു. കൃപ പേയ്മെൻറ്റ് സീറ്റാണ്. ബൈബിൾ വെറുതെ വായിക്കാനുള്ളതല്ല. ഉടമ്പടി ഭാഷയിൽ സമയമായില്ല എന്ന് പറഞ്ഞാൽ സമയം കഴിഞ്ഞിട്ടില്ല എന്നാണ് അർത്ഥം. ഇങ്ങനെ ചില ആൻറ്റിബയോട്ടിക് പ്രയോഗങ്ങൾ ഏത് ഉടമ്പടി എടുത്ത് ലാഗ് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം പ്രചോദനകരമാകും എന്ന് തന്നെയാണ്
എൻ്റെ ഒരു കാര്യം. പിന്നെ കാരുണ്യ പ്രവർത്തികളിലേക്ക് വരുമ്പോൾ 28 വർഷമായി ഞാൻ പ്രവർത്തിച്ചിരുന്ന സംഘടന വഴി നാട്ടിൽ എന്നാൽ കഴിയുന്ന ഒരു വലിയ തുക സംഭാവനയായി എല്ലാ മാസവും നൽകാറുണ്ട്. അതിപ്പോഴും തുടരുന്നുണ്ട്. സ്പെഷ്യലായിട്ട് അതുകൂടാതെ റിക്വസ്റ്റുകൾ ഒരുപാട് വരാറുണ്ട്, പല ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ട്. അത് അർഹതമായ പരിഗണനയിൽ കൈകാര്യം ചെയ്യാറുണ്ട്. കൂടാതെ മാസം തോറും വിദ്യാഭ്യാസ സഹായമായും മരുന്നിനും കാര്യങ്ങൾക്കുമായും ഒക്കെ പല ആവശ്യങ്ങളും അറിഞ്ഞ് കഴിയുന്ന ഏറ്റവും വലിയ സഹായം ചെയ്ത് അവരെ സഹായിക്കുന്ന ഒരിതുണ്ട്. അതിലേറ്റവും എടുത്തു പറയാനുള്ളത്, ഞാൻ നാട്ടിലുണ്ടായിരുന്നപ്പോൾ പാവപ്പെട്ടവർക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു പ്രസ്ഥാനമുണ്ട്. അത് 20 വർഷം കഴിഞ്ഞു. അപ്പോൾ 20 വർഷം അതിൻ്റെ ജീർണാവസ്ഥയിൽ അത് റിപ്പയർ ചെയ്യാൻ അവർക്ക് നിവൃത്തിയില്ലാതെ ഒരു അവസരം എന്നോട് പറഞ്ഞു. അങ്ങനെ ഞാനത് എൻ്റെ സുഹൃത്തുക്കൾ വഴിയും എൻ്റെ ബന്ധുക്കളും ഞാനും എൻ്റെ വീട്ടുകാരും ബന്ധുക്കളും സുഹൃത്തുക്കളും പിന്നെ അമേരിക്കയിലും ഗൾഫിലും ഒക്കെയുള്ള വളരെയൊക്കെ സമാഹരിച്ച് ഒരു 15 ലക്ഷം രൂപ സമാഹരിച്ച് നാട്ടിൽ കൊടുത്തു. അത് റിപ്പയർ ചെയ്തു. അതുമാത്രമല്ല, അവിടെ പരിശുദ്ധ അമ്മയുടെ ഒരു ഗ്രോട്ടോ സ്ഥാപിക്കാനുള്ള ദൈവാനുഗ്രഹവും കിട്ടി. അത് പിതാവ് വന്ന് വെഞ്ചരിച്ച് അവർക്ക് തുറന്നു കൊടുത്തു. അതിൻ്റെ അത് അവിടെ താമസിക്കുന്നവർക്കും വെളിയിൽ നിന്നൊക്കെ ആൾക്കാർ പ്രാർത്ഥിക്കാൻ വരുന്നുണ്ട്, അമ്മയെ വണങ്ങാൻ വരുന്നുണ്ട്. അവരുടെ എല്ലാം ഹൃദയങ്ങളിൽ അമ്മ ഈശോയ്ക്ക് ജന്മം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. റാലി 2023 റാലിക്ക് വരണമെന്ന് എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു. റാലിക്ക് വരാനായിട്ട് ഞാൻ തയ്യാറെടുത്ത് നടക്കുമെന്ന് വിചാരിച്ചില്ല. എന്തായാലും അപ്രതീക്ഷിതമായി എനിക്ക് അതിനുള്ള അവസരം ഒത്തുകിട്ടി. ഞാൻ ഇവിടെ വന്ന് റാലിയിൽ പങ്കെടുത്ത് ഞാൻ മാത്രമല്ല, ഇടവകയിൽ ചെന്ന് അവിടെയുള്ള 25 പേരെ കൂടി സംഘടിപ്പിച്ചുകൊണ്ടാണ് ഞാൻ റാലിക്ക് വന്നത്. 2024 എനിക്ക് വരണമെന്നുണ്ടായിരുന്നു, പക്ഷേ അന്ന് സാധിച്ചില്ല. കാരണം അന്ന് അതുകൊണ്ടിട്ട് ബസ്സിൽ ആൾക്കാരെ അറേഞ്ച് ചെയ്ത് ഇടവകയിൽ നിന്ന് 25 പേര് അവിടുന്ന് അറേഞ്ച് ചെയ്ത് ഒരു ലീഡറുടെ നേതൃത്വത്തിൽ വന്നുപോയി. എല്ലാ വർഷവും ഇതുപോലെ അവരിപ്പം കൂടുതൽ ആൾക്കാർ വരുന്നുണ്ട്, അതുകൊണ്ട് വലിയ ബസ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ചെയ്തു കൊടുക്കാൻ ഞാൻ സദാ സന്നദ്ധനാണ്. അങ്ങനെയുള്ള അത് എനിക്ക് ചെയ്യാൻ പറ്റുന്നൊരു വലിയ പ്രേക്ഷിത വേല, അമ്മയ്ക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്നൊരു പ്രേക്ഷിത വേലയായി ഞാനതിനെ മനസ്സിലാക്കി അത് അമ്മയുടെ മഹത്വത്തിനും സ്തുതിക്കുമായി ഞാനത് സമർപ്പിക്കുകയാണ്. ആത്മീയ ജീവിതം പറയാൻ മറന്നുപോയി. ഞാൻ പറഞ്ഞല്ലോ, കുർബാന എല്ലാ ഞായറാഴ്ചയും മാത്രമേ ഞങ്ങളുടെ ഇടവകയിൽ ഒരു മിഷൻ പള്ളിയാണ്, അവിടെ ഞായറാഴ്ച മാത്രമേ കുർബാനയ്ക്ക് കാണാനുള്ള അവസരമുള്ളൂ. കുമ്പസാരവും അതുപോലെ തന്നെ സൗകര്യമായ ഇടവേളകളിൽ, കഴിവതും നേരത്തെ ഏറ്റവും ഷോർട്ടായിട്ടുള്ള ഇടവേളകളിൽ കുമ്പസാരവും നടത്താറുണ്ട്. അധരങ്ങളിൽ അഭിഷേകമായി കിട്ടിയ അലിവിൻ്റെ സങ്കീർത്തനം സ്തോത്രഗീതമാക്കി അവൻ തെളിച്ച ഒറ്റയടി പാതയിലൂടെ നിയോഗങ്ങളില്ലാത്ത ഒരു ജീവിത രീതിയിലൂടെ അവൻ്റെ മല കയറുവാനും അങ്ങനെ ശിമയോനെ പോലെ രക്ഷ കണ്ടെത്തി സമാധാനത്തിൽ യാത്രയാകുവാനുള്ള വലിയ കൃപയ്ക്കായി യാചിച്ചുകൊണ്ട് എൻ്റെ ഉടമ്പടി ഞാൻ സമാപിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ഒരിക്കൽ കൂടി പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഒപ്പം ഇതിൻ്റെ എല്ലാം കാരണഭൂതനും വിശുദ്ധനും പ്രവാചകനുമായ ജോസഫ് അച്ഛനും പ്രത്യേകം 1000 നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കും.